സർവമംഗളകാരിണിയും സർവാഭീഷ്ടദായിനിയുമായ ആറ്റുകാലമ്മയ്ക്ക് ഭക്തകോടികളുടെ പ്രണാമം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന വരദായിനി, അശരണർക്ക് അഭയമേൽകുന്ന ജഗദംബിക. ആറ്റുകാലമ്മയ്ക്ക് ഇന്ന് പൊങ്കാല മഹോത്സവം. ആനന്ദ ഭൈരവി രാഗം പോൽ ആറ്റുകാലമ്മ തൻ സ്നേഹം. ആനന്ദ ഭൈരവി രാഗം പോൽ ആറ്റുകാലമ്മ തൻ സ്നേഹം. ആനന്ദ ഭൈരവി. ആറ്റുകാലമ്മയെ ശരണം. നാസ്തി മാതൃസമച്ഛായ, നാസ്തി മാതൃസമാഗതി, നാസ്തി മാതൃസമം ത്രാണം, നാസ്തി മാതൃസമാപ്രിയ. സർവാഭീഷ്ടദായിനിയും സർവദോഷ വിനാശിനിയുമാണ് ആറ്റുകാലമ്മ. അമ്മയെപ്പോലെ ഒരു തണലോ മാർഗമോ രക്ഷയോ പ്രിയപ്പെട്ടവളോ ഇല്ല. ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല മഹോത്സവം. ഇന്ന് കൊല്ലവർഷം 1194 കുംഭമാസം 8-ാം തീയതി. ഇന്നലെ വെളുത്തവാവായിരുന്നു. ഇന്ന് പ്രഥമ തിഥി. ഇന്ന് സൂര്യോദയം മുതൽ 3 നാഴിക കഴിഞ്ഞപ്പോൾ, അത് രാവിലെ ഏകദേശം 7:30 കഴിഞ്ഞ സമയം മുതൽ പൂരം നക്ഷത്രം, കുംഭത്തിലെ പൂരം. പ്രകൃതിയിലും മനുഷ്യ മനസ്സിലും ഊർജം നിറഞ്ഞു കവിയുന്ന ദിവസം. പ്രപഞ്ചം മുഴുവൻ നിറയുന്ന ചൈതന്യം ശക്തമായി ത്രസിച്ചു നിൽക്കുന്ന നാൾ. അമ്മ കുഞ്ഞുങ്ങളെ എന്ന പോലെ സമസ്ത ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ആ ശക്തിവിശേഷത്തെ അറിയാൻ, സവിശേഷമായി അനുഭവിക്കാൻ ഇതാ ഒരു കൂട്ടം മനുഷ്യർ മാറ്റിവെച്ചിരിക്കുന്ന നാൾ. അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കുമിടയിൽ സംഭവിക്കുന്ന ആ സ്നേഹപ്രവാഹത്തിൻ്റെ പേരാണ് ആറ്റുകാൽ പൊങ്കാല. സർവാർത്ഥ സാധികയായ ദേവിക്ക് ചതുർബാഹുക്കളാണ്. ഈ 4 കരങ്ങളിലും വാളും ശൂലവും പരിചയും കങ്കാളവും ഏന്തുന്ന ദേവി. ഇതിലൂടെ അമ്മ മഹാമായ ഭക്തജനങ്ങൾക്ക് ധർമ്മവും അർത്ഥവും മോക്ഷവും നൽകുന്നു. ഇന്ന് പൊങ്കാല തുടങ്ങുന്നതോടുകൂടി നഗരം ഇന്ന് യാഗശാലയായി മാറുകയാണ്. ശരണാഗതരിൽ കനിവുള്ളവളാണമ്മ, രക്ഷാരൂപിണിയുമാണമ്മ. സൃഷ്ടി, സ്ഥിതി, വിനാശം എന്നിവൾക്ക് കാരണഭൂതയാണ് ദേവി. സത്വാദി ഗുണങ്ങൾക്ക് ആശ്രയഭൂതയാണ് ദേവി. ദീനാർത്തരിൽ കാരുണ്യവതിയാണമ്മ. സർവ്വ ദുഃഖങ്ങൾക്കും ശമനം നൽകുന്നവളാണ് ദേവി. ഈ ലോകത്തും പരലോകത്തും സർവൈശ്വര്യങ്ങളും ലഭിക്കുവാനായി അമ്മയെ കാണാനെത്തുന്ന, നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അകമഴിഞ്ഞ ഭക്തിയോടെ അമ്മയെ സ്മരിക്കാൻ ഒരു ദിവസം നീക്കിവയ്ക്കുന്ന കുഞ്ഞുങ്ങൾ, വിശിഷ്യ പെൺമക്കൾ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു നൽകിയാണ് അവർ അമ്മയ്ക്ക് സന്തോഷം പകരാൻ ശ്രമിക്കുന്നത്. അരി മാത്രമിട്ട് വെറുതെ വേവിച്ചെടുക്കുന്ന വെള്ളച്ചോറായാൽ പോലും സ്വന്തം കുഞ്ഞ് തന്നെ അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കുന്നതാകുമ്പോൾ അമ്മയുടെ ഉള്ളം നിറയും. ശർക്കര പായസമോ തിരളിയോ അരവണയോ മണ്ടപ്പുറ്റോ എന്തായാലും സ്വന്തം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് പ്രിയം തന്നെ. അത് പാകം ചെയ്യുന്നത് ആലയത്തിനുള്ളിൽ വെച്ചായാലും 1000 കാതം അകലെ വെച്ചായാലും അമ്മയ്ക്ക് ഭേദഭാവമില്ല. പക്ഷേ അമ്മയോട് തൊട്ടിരുന്നൂട്ടുന്നത് മക്കൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ദേശത്തേക്ക് അയൽ ദേശങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ ജനം ഒഴുകിയെത്തുന്നത്. ആയിരക്കണക്കിനോ 10,000-കണക്കിനോ അല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷവും ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. അതെ, കിള്ളിയാറിൻ്റെ പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ മഹാക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാല മഹോത്സവമാണ്. തെങ്ങിൻ തോപ്പുകളുടെയും വയലേലകളുടെയും നടുവിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ സർവമംഗളകർമ്മങ്ങൾക്കും മംഗളകാരിണിയും സർവരക്ഷാകാരിണിയുമാണ് ആറ്റുകാലമ്മ. ആ അമ്മയാണ് ഇവിടെ വസിക്കുന്നത്. ഉപാസകർക്ക് സർവ്വ പുരുഷാർത്ഥങ്ങളും നൽകുന്നവളാണമ്മ. ശരണം പ്രാപിക്കുന്നവരുടെ അഭീഷ്ടങ്ങൾ നിർവഹിക്കുന്നവളും ത്രിനേത്രയും ഗൗരവർണ്ണയുമായ നാരായണീ ദേവിയെ ഏവരും സർവമംഗളമംഗല്യെ ചൊല്ലി നമസ്കരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്ന് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നതാണ്. അതെ, ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 7-8 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് പൊങ്കാല അടുപ്പുകൾ നിരന്ന് കഴിഞ്ഞിരിക്കുന്നു. സൗകര്യമുള്ളിടത്തെല്ലാം പൊങ്കാല കലങ്ങളാണ്. അവയ്ക്ക് പിന്നിൽ സ്ത്രീകളും, കൊച്ചു പെൺകുട്ടികൾ മുതൽ വയോവൃദ്ധകൾ വരെ
ജാതി, മത, വർഗ, വർണ്ണ, ഭാഷാഭേദങ്ങൾ ഈ പെൺപെരുമയിൽ വിള്ളൽ സൃഷ്ടിക്കുന്നില്ല. ഇതാ പൊങ്കാലയുടെ തയ്യാറെടുപ്പിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തന്ത്രിയും മേൽശാന്തിയുമെല്ലാം അതിനുള്ള ഏർപ്പാടുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേ ശരണം, ദേവീ ശരണം. ദേവിയുടെ തിരുനടയിൽ ഒരുക്കിയ പച്ചപ്പന്തലിൽ മധുവാശാനും സംഘവും പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം പാടി അവസാനിപ്പിക്കുന്ന വേളയിൽ മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ നിന്നും തീ പകർന്ന് അതേ ദീപം സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിൽ പകർന്ന് പിന്നീട് ക്ഷേത്രത്തിന് മുന്നിലുള്ള പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് വിളംബരമാവുകയാണ്. 1001 കതിനാവെടിയാണ് ഈ പൊങ്കാല വിളംബരം നടത്തുവാനായി, ചുറ്റിനുമുള്ള ഭക്തജനങ്ങളെ അറിയിക്കുവാനായി ആ നിമിഷം നടത്തുന്നത്. 1001 കതിനാവെടി മുഴങ്ങുന്നതോടുകൂടി പണ്ടാര അടുപ്പിൽ തീ പകർന്നുവെന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നതോടെ എവിടെയും തീ ജ്വലിക്കുകയാണ്, തീകൾ ആളിപ്പടരുകയാണ് പൊങ്കാലയടുപ്പിൽ. അതോടുകൂടി അനന്തപുരി ഒരു യാഗശാലയായി അക്ഷരാർത്ഥത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. സർവം സഹയായ അമ്മ തങ്ങളുടെ എല്ലാ പരിദേവനങ്ങളും കേൾക്കുമെന്നും തങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ അകറ്റുമെന്നും പ്രാർത്ഥനയോടുകൂടി കൂപ്പുകൈയോടുകൂടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തു നിൽക്കുന്ന ഭക്തസഹസ്രങ്ങൾ. സർവമംഗള കർമ്മങ്ങൾക്കും മംഗളകാരിണിയും സർവരക്ഷാകാരിണിയുമാണ് ആറ്റുകാലമ്മ. ഇവിടെ അമ്മയുടെ മുന്നിലെത്തി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ജാതി മതഭേദം കൂടാതെ സർവാഭീഷ്ടങ്ങളും നൽകി ദേവി അനുഗ്രഹിക്കുന്നു, അമ്മ കാത്തുരക്ഷിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെൺപെരുമയുടെ ഒരു നേർക്കാഴ്ചയാണിത്. സ്വതന്ത്രരും നിർഭയരുമായി നിഷ്കളങ്ക ഭക്തിയിൽ ആറാടി അത് നൽകുന്ന അനുഭൂതിയിൽ ആനന്ദത്തിൽ ആണ്ടുമുങ്ങി സ്ഥലകാലങ്ങളുടെ നിർവചനത്തിനപ്പുറത്ത് ഏതോ അഭൗമതലത്തിൽ ജീവിതത്തിൽ ഏതാനും നാഴികകൾ കഴിഞ്ഞു കൂട്ടുകയാണ് ഇവർ. 9 നാൾ മുൻപ് കാർത്തിക നക്ഷത്രത്തിൽ ആറ്റുകാലമ്മയ്ക്ക് കാപ്പുകെട്ടി ആരംഭിച്ച ആത്മസമർപ്പണം അത്യുച്ചത്തിലെത്തിയിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. കുഴിക്കാട്ടെല്ലത്തിനാണ് ആറ്റുകാലിലെ തന്ത്രം. കുഴിക്കാട്ട് വാസുദേവൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടാണ് ഇപ്പോഴത്തെ തന്ത്രി. എൻ വിഷ്ണു നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ മേൽശാന്തി. ക്ഷേത്രത്തിൽ നിന്ന് തന്ത്രി ദീപം പകർന്ന് മേൽശാന്തിക്ക് നൽകുന്നു. മേൽശാന്തി ചെയ്തിടപ്പള്ളിയിൽ അത് അടുപ്പ് കത്തിക്കുന്നു. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ സഹമേൽശാന്തി അത് ഏറ്റുവാങ്ങുന്നു. സഹമേൽശാന്തി എന്നത് സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ അധികം പറഞ്ഞു കേൾക്കുന്ന ഒരു പദവിയല്ല, പക്ഷേ ആറ്റുകാലിലെ ഒരു സവിശേഷതയാണത്. ഈ സഹമേൽശാന്തിയാണ് അവിടെ നിന്ന് വലിയ തിടപ്പള്ളിയിലേക്ക് ദീപം കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് പണ്ടാരടുപ്പിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ. ഇതാ ദീപം പകർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചടങ്ങുകൾ, തിടപ്പള്ളിയിലെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. തിടപ്പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഏതാനും നിമിഷങ്ങൾക്കാം സംഭവിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റിനുള്ളിൽ, ഏതാനും വിനാഴികൾക്കുള്ളിൽ ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കുകയായി. പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റിയും പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. മഹിഷാസുര വധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവിയെ പൊങ്കാല നൈവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്നത് ഒരു സങ്കല്പം. തൻ്റെ നേത്രാഗ്നിയിൽ മധുരാ നഗരം ചുട്ടരിച്ച കണ്ണകിയെ സാന്ത്വനപ്പെടുത്തുന്നതിന് സ്ത്രീകൾ നൈവേദ്യം അർപ്പിക്കുന്നുവെന്നത് മറ്റൊരു ഐതിഹ്യം. എന്തുതന്നെയായാലും സർവാഭീഷ്ടദായിനിയായ ആറ്റുകാലമ്മയുടെ തിരുമുൻപിൽ വ്രതശുദ്ധിയോടെ തപസ്സനുഷ്ഠിച്ച് അഭീഷ്ടസിദ്ധി വരിക്കുവാൻ ഭക്തലക്ഷങ്ങളാണ് പൊങ്കാലയിടുന്നത്. ഭക്തകോടികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ആശ്രയിക്കുന്നവർക്ക് അഭയമരുളി സദാ കാരുണ്യാമൃതം പകരുന്ന ആറ്റുകാലമ്മ കലികാല രക്ഷകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, പണ്ടാര അടുപ്പിന് ചുറ്റുമായി നമ്മുടെ സമൂഹത്തിലെ സാംസ്കാരിക നായകരും മന്ത്രി ഉൾപ്പെടെയുള്ളവരും ഇവിടെ സമാഗതമായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പണ്ടാര അടുപ്പിലേക്ക് ആ ഭക്തിസാന്ദ്രമായ ആ ഒരു ചടങ്ങ് ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നതാണ്. പണ്ടാര അടുപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടിക അടുക്കി വെച്ച് അതിനുമേൽ മൺകലം ഒരുക്കി വെച്ച് പുഷ്പവും ഇലകളും കൊണ്ട് അലങ്കരിച്ച മൺകലം, ചന്ദനവും കുങ്കുമവും ഒക്കെ ചാർത്തി മനോഹരമാക്കിയിരിക്കുന്ന സുന്ദരമാക്കിയിരിക്കുന്ന ആ മൺകലം, അത് ഇല കൊണ്ട് മൂടി, അത് ഒന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക്, ഇളക്കുവാനായിട്ടുള്ള തവി പോലും കൊതുമ്പിന്റെ തണ്ട് കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. തികച്ചും പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു പൊങ്കാല നിവേദ്യം. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകോവിലിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ
പൊങ്കാല പണ്ടാര അടുപ്പിലേക്ക് തീ പകരുവാനായിട്ട് ദീപം പകർന്നു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിനുള്ള ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്രയോ ദിവസത്തെ വ്രതമനുഷ്ഠിച്ചാണ് ഭക്തലക്ഷങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അമ്മയ്ക്ക് പൊങ്കാലയെ അർപ്പിച്ച് നിർവൃതി അടയുവാനായി ഭക്തസഹസ്രങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ഇനി അല്പനിമിഷത്തിനുള്ളിൽ തന്നെ തങ്ങളുടെ അടുപ്പിലേക്ക്, പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുവാൻ സാധിക്കുന്നതാണ്. പള്ളികളിൽ തീ പകരേണ്ട താമസമേ ഉള്ളൂ. ഒന്നാമത്തെ തിടപ്പള്ളിയിൽ, അവിടെ നിന്ന് രണ്ടാമത്തെ തിടപ്പള്ളിയിൽ, അത് കഴിഞ്ഞാൽ നേരെ ജനങ്ങളുടെ മധ്യത്തിലേക്ക്, സാധാരണക്കാരൻ്റെ മധ്യത്തിലേക്ക്, കാത്തിരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് വരികയായി, പണ്ടാര അടുപ്പിലേക്ക് വരികയായി. ഇതാ തിടപ്പള്ളിയിലേക്കുള്ള യാത്രയാണിത്. അനുഗ്രഹീതമായ ആ ഒരു നിമിഷം കാത്തിരിക്കുകയാണ് ചുറ്റിലും ഏവരും. എല്ലാ സ്ത്രീജനങ്ങളും തന്നെ ഈ കൊടിയ വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അമ്മയുടെ മേൽശാന്തി ചെറിയ തിടപ്പള്ളിയിൽ അഗ്നി പകരുകയായി. ഇവിടെ നിന്ന് അടുത്ത് സഹമേൽശാന്തികളിലേക്ക് ദീപം പകരും. സഹമേൽശാന്തി അത് വലിയ തിടപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. വലിയ തിടപ്പള്ളിയിൽ നിന്നും പണ്ടാര അടുപ്പിലേക്കാണ് ദീപം പകരുന്നത്. അതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് വിളംബരമാവുകയാണ്. പക്ഷെ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന സഹസ്രം ഭക്തജനങ്ങൾ അത് അറിയുന്നത് തീർച്ചയായും വായ്ക്കുരവകളുടെയും വാദ്യമേളങ്ങളുടെയും എല്ലാം ആരവം കേട്ടുകൊണ്ടാണ്. 1001 കഥനാവലികളുടെയും ഒക്കെ അതെ, ആരവത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം പണ്ടാര അടുപ്പിലേക്ക് തീ പകരുവാനായി, ഏതാനും നിമിഷങ്ങൾ മാത്രം വ്രതശുദ്ധിയോടെ അമ്മയെ ജപിച്ച് അമ്മയുടെ മന്ത്രങ്ങൾ ഉരുവിട്ട് പൊങ്കാല അർപ്പിക്കുവാനായി കാത്തു നിൽക്കുന്ന ഭക്ത ജനങ്ങൾക്ക് ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പും മാത്രം. ഇതാ ചെറിയ തിടപ്പള്ളിയിൽ നിന്ന് ദീപം പുറത്തേക്ക് വരികയായി. ഐശ്വര്യപൂർണമായ ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ദീപം തിടപ്പള്ളിയിലേക്ക് പോകും. മേൽശാന്തിയിൽ നിന്ന് സഹമേൽശാന്തിയിലേക്ക് പിന്നിൽ നിൽക്കുന്നതാണ് തന്ത്രി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പണ്ടാര അടുപ്പിലേക്കുള്ള വരവാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. ദേവിയുടെ ദീപം, പകർന്നെടുത്ത ദീപം പണ്ടാര അടുപ്പിലേക്ക് വരുവാനായി കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആത്മസായുജ്യം അടയുവാനുള്ള നിമിഷങ്ങളാണ് ഇനിയിപ്പോൾ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതാ അടുത്ത തിടപ്പള്ളിയിലേക്കുള്ള യാത്രയാണ്. രണ്ടാം തിടപ്പള്ളിയിലേക്ക്. ഇവിടെ നിന്നും പകർന്നെടുക്കുന്ന ദീപം പണ്ടാര അടുപ്പിലേക്ക് കത്തിക്കുന്നതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾ അവരുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരാവുള്ളൂ. അതിനുള്ള അറിയിപ്പ് അതത് സ്ഥലങ്ങളിൽ അതത് രീതിയിൽ നൽകുന്നതുണ്ട്. എല്ലാവരും അമ്മയെ സ്തുതിച്ച് അമ്മയുടെ മന്ത്രങ്ങൾ ഉരുവിട്ട് സർവമംഗളമംഗല്യെ ചൊല്ലി നിൽക്കുകയാണ്. ഇരു കൈകളും കൂപ്പി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മൺകലങ്ങളിൽ വെള്ളമെല്ലാം എടുത്ത് ശേഖരിച്ച് തയ്യാറായി നിൽക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ആ ദീപവും ഏന്തി ഐശ്വര്യപൂർണമായ ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മനസ്സിലൂടെ, ആത്മാവിലൂടെ, ബോധത്തിലൂടെ ഒരു ദീപം ഭക്തജനങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ ഈ ഒരു ഐശ്വര്യപൂർണമായ ചടങ്ങ് കാണുവാനായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെല്ലാം തന്നെ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവർകൾ, MP ശശി തരൂരുണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഏവരും തന്നെ പണ്ടാര അടുപ്പിന് ചുറ്റുമായി ഈ ദീപത്തിന്റെ വരവ് കാത്തു നിൽക്കുകയാണ്. ഇതാ വിളക്കിലേക്ക് പകർന്നു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും തിരിക്കുന്നതാണ്. പണ്ടാര അടുപ്പിലേക്കുള്ള യാത്രയാണ്. ഭക്തിയാദരപൂർവ്വം ആ ദീപങ്ങൾ തെളിയിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. അതെ, വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയ അടുപ്പുകളിൽ ഇതാ ദീപം പകരുകയായി. 3 അടുപ്പുകൾ, അതെ, അഗ്നി പകരുകയായി 3 അടുപ്പുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായി അലങ്കരിച്ച മൺകലത്തിൽ പൊങ്കാല ഇടുന്നതും പഞ്ചഭൂതങ്ങളെ ലയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അഗ്നി പകർന്നു കഴിഞ്ഞു. 3 അടുപ്പുകളിലേക്കും അഗ്നി പകർന്നു കഴിഞ്ഞു. മണ്ണും വെള്ളവും വായുവും ആകാശവും അഗ്നിയും എല്ലാം നെയ്യൊഴിച്ചാണ് ആ വിളക്കുകളിൽ ദീപം ജ്വലിപ്പിക്കുന്നതെന്ന് കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 3 അടുപ്പുകളിലും ദീപം പകർന്നു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുമാണ്
പണ്ടാര അടുപ്പിലേക്കുള്ള യാത്രയാണ്. ഒരു ദീപനാളം സഞ്ചരിക്കുന്നു. അതെ, ഏവരും തൊഴുകയോടെ കാത്തിരിക്കുകയാണ് ഈ അസുലഭ നിമിഷത്തിന് വേണ്ടിയിട്ട്. ഐശ്വര്യപൂർണമായ ദേവീ കടാക്ഷം ഏൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ അപൂർവ നിമിഷത്തിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് എത്തിച്ചേരുകയാണ്. പണ്ടാരടുപ്പാണ് കാണുന്നത്. പണ്ടാരടുപ്പിന് ചുറ്റും ആൾക്കാർ വളരെ ഭക്തജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഭക്തിയിൽ അസഹനീയമായ വേനൽ ചൂടൊന്നും ഇവിടെ ഏശുന്നതേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അമ്മയുടെ അനുഗ്രഹമാണത്. പഞ്ചാഗ്നി മധ്യത്തിലുള്ള ഒരു തപസ് പോലെ തന്നെയാണ്. പഞ്ചാഗ്നി മധ്യത്തിലെ തപസ് പോലെ ഭക്തി നിർഭരമായ ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ പോയ വർഷത്തെ പൊങ്കാല കഴിയുമ്പോൾ ഏവരും പ്രതീക്ഷിക്കുന്നത് അമ്മയുടെ മുൻപിൽ അടുത്ത വർഷം പൊങ്കാല അർപ്പിക്കുവാനുള്ള ആ നിമിഷങ്ങളാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി പൂരത്തിൽ ഉള്ള പൊങ്കാല ദിനങ്ങൾ വരെയുള്ളത് വ്രതശുദ്ധിയോടുകൂടി ചിലർ 41 ദിവസത്തെയാകാം, ചിലർ 21 ദിവസത്തെയാകാം, ചിലർ 14 ദിവസം, 7 ദിവസം, 3 ദിവസം, ഇങ്ങനെ നീണ്ട നാളുകൾ വ്രതപരിശുദ്ധിയോടുകൂടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന പൊങ്കാല അടുപ്പുകളിൽ തീ പകരുവാൻ സാധിക്കുന്നതാണ്. അതിനുള്ള അറിവ് ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. ഭക്തജനങ്ങൾ ഏവരും അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. ആ ഭക്തിപൂർണമായ ഭക്തി പുരസ്സരം കൊണ്ടുവരുന്ന ദീപം കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂലസ്രോതസ്സിൽ നിന്ന് പ്രത്യക്ഷമായ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ് അഗ്നിതാളത്തിന്റെ രൂപത്തിൽ. ചൈതന്യം സാധാരണക്കാരനിലേക്ക് ഇറങ്ങി വരുന്നു. അത് താഴെ നിന്ന് മുകളിലേക്കുള്ള യാത്ര. അത് അനുഭവിക്കുന്നയാളിന്റെ അനുഭൂതി വിശേഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതെ, ഐശ്വര്യപൂർണമായ ദീപം കെടാതെ പണ്ടാര വിളക്കിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ. അതെ, ഈ തിക്കിലും തിരക്കിലും തന്നെ എല്ലാം ശാന്തമായി ഒതുങ്ങി നിന്ന് എല്ലാവരും ദീപത്തെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാ സഹമേൽശാന്തി അത് പണ്ടാരടുപ്പിലേക്ക് പ്രവർത്തിക്കുകയായി. തന്ത്രി മേൽശാന്തിയിലേക്ക്, മേൽശാന്തി സഹമേൽശാന്തിയിലേക്ക്. ചൈതന്യത്തിന്റെ കൈമാറ്റത്തിന്റെ മനോഹരങ്ങളായ തലങ്ങളാണ്. ചൈതന്യം കൈമാറാനാവുമോ ചോദ്യത്തിന്? കൈമാറുക എന്ന സങ്കല്പം മാത്രം മതി അതിന് സഞ്ചരിക്കുവാൻ. തീർച്ചയായും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഈ ദീപം കത്തി നിൽക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊരു ആത്മസമർപ്പണത്തിന്റെ ദിനം കൂടിയാണ്. പൊങ്കാല മഹോത്സവം അമ്മയ്ക്കുള്ള ആത്മസമർപ്പണം കൂടിയാണ്. ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണമാണിത്. ഇനി ശ്രീകോവിലിന്റെ നടയിൽ നിന്നും നേരെ പണ്ടാര അടുപ്പിലേക്ക് എത്തുവാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അതെ, ഇനി അവിടെ എത്തുന്നതോടുകൂടി കൈമാറുന്നതാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ആയിരുന്നില്ല മുൻപിലത്തെ വർഷങ്ങളിൽ. ഇപ്പോൾ ഇത്തവണ ഇങ്ങനെയാണ് ചടങ്ങ്. അമ്മയുടെ നടയിലുള്ള കെടാവിളക്കും കടന്ന് ദീപം മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ വളരെയധികം വാദ്യമേളങ്ങളുടെയും കതിനാവെടിയുടെയും ഒക്കെ ആരവം നമുക്കിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേൾക്കാം. അന്തരീക്ഷമാകെ ശബ്ദമുഖരിതമാവുകയാണ്. ഇനിയിപ്പോൾ മന്ത്രജപങ്ങളാൽ മെല്ലെ ഒരു ലഹരിയായി മനുഷ്യനിലേക്ക് നുരഞ്ഞു പൊന്തുന്ന അവസ്ഥയാണിത്. നല്ല ഒരു ലഹരി, നല്ല ലഹരിയായി. എല്ലാത്തിനും നല്ല വശവും ചിത്തവശവും ഉണ്ടല്ലോ. ഇത് നല്ല വശം മാത്രമുള്ള ഒരു ലഹരിയാണിത്. ഇതാ വീണ്ടും അമ്മയെ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഒന്നുകൂടി അനുമതി ചോദിക്കുകയാണ്. അനുജ്ഞ വാങ്ങി, അമ്മയുടെ അനുജ്ഞ വാങ്ങി ഇതാ അഗ്നി അടുപ്പിലേക്ക് പകരാൻ ദീപം കൈമാറിയിരിക്കുകയാണ്. സഹമേൽശാന്തിക്ക് കൈമാറിയിരിക്കുകയാണ്. അവിടെ നിന്നും ദീപത്തിന്റെ പ്രയാണം പണ്ടാര അടുപ്പിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഏവരും കൈകൂപ്പി അമ്മയെ വണങ്ങി കാത്തിരിക്കുന്ന നിമിഷമാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും പണ്ടാര അടുപ്പിലേക്ക് എത്തുവാനുള്ള വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എന്നാലും ഇത്രയും അധികം തിരക്കുള്ളത് കാരണം അതൊന്ന് മാറ്റി വരുവാനുള്ള ഒരു താമസം മാത്രമേ കാണുന്നുള്ളൂ. ആ കുറച്ച് ചുവടുകൾ താണ്ടുന്നത് പോലെ ഒരു മഹായാത്രയായാണ് കാത്തിരിക്കുന്ന ഭക്തർക്ക് തോന്നുന്നത്. ഈ വിനാഴികകൾ, സെക്കൻഡുകൾ തന്നെ മണിക്കൂറുകളുടെ ദൈർഘ്യം ആവഹിക്കുന്നു ഇന്ന് ഈ നിമിഷങ്ങളിലൊക്കെ. ഇതാ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിലൊന്ന് ഇതാ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ ഭക്തജനങ്ങളുടെ മധ്യത്തിലൂടെ വഴിയില്ലാത്ത സ്ഥലത്ത് വഴി ഉണ്ടായി വന്ന് ഈ അഗ്നിനാളം അടുപ്പിലേക്ക് എത്തുകയായി. എങ്ങും വായ്ക്കുരവകൾ മുഴങ്ങി തുടങ്ങി. ഭക്തി സാന്ദ്രമായ ആ ഒരു നിമിഷം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹമേൽശാന്തി
ഇതാ ഭണ്ഡാരടുപ്പിലേക്ക് ദീപം പകരുകയായി, അഗ്നി പകരുകയായി. അതാണ് വാക്ക്, അഗ്നി, എങ്ങും അഗ്നി നാമജപം പകരുകയായി. മാത്രം മുഴങ്ങിക്കേൾക്കുന്നു. വായ്ക്കുരവകളും വാദ്യഘോഷങ്ങളും കതിനാവെടിയുടെ ഇതാ സംഭവിച്ചിരിക്കുന്നു. ഭണ്ഡാരടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞു. ദേവിക്ക് നേദിക്കുവാനായി ക്ഷേത്രം ഒരുക്കിയിട്ടുള്ള ഭണ്ഡാര അടുപ്പിലേക്ക് ആ നാളം പകർന്നു കഴിഞ്ഞു. ദീപനാളം പകർന്നു കഴിഞ്ഞു. അതിനെ ഒന്ന് ആളി കത്തിക്കുന്ന ഒരു കേൾക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇപ്പൊ ഭക്തി ജനങ്ങൾക്ക് അവരവരുടെ പൊങ്കാല അടുപ്പുകളിൽ തീ പകരാം. ഇതാ കതിനാവെടിയാണ് മുഴങ്ങുന്നു ഒന്നിച്ച്. ഇത് എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള സൂചനയാണ്. എല്ലാവരും അവരവരുടെ പൊങ്കാല അടുപ്പുകളിൽ ഇപ്പോൾ തീനാളം ക്ഷേത്രത്തിൽ നിന്നും പകർന്നു കിട്ടിയ തീനാളം പകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നൈവേദ്യം അമ്മയ്ക്ക് അർപ്പിക്കുവാനുള്ള തുടക്കമായിരിക്കുകയാണ്. മൺകലങ്ങളിൽ, വെള്ളം നിറച്ച മൺകലങ്ങളിൽ അവർ വിറക് കൊണ്ട്, കൊതുമ്പ്, ചൂട്ട്, ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതാ നോക്കൂ, ജനലക്ഷം സ്ത്രീകളുടെ ലക്ഷം സ്ത്രീകൾ ഒന്നിച്ചു കൂടുകയും ഇങ്ങനെ ഒരു വഴിപാട് നേടുകയും ചെയ്യുന്ന ഒരേ ഒരു ആഘോഷമേ ഈ ലോകത്തുള്ളൂ. അതാണ് ആറ്റുകാൽ. അതുകൊണ്ട് തന്നെയാണ് ഗിന്നസിൽ ആറ്റുകാൽ മഹാക്ഷേത്രം ഇടം നേടിയതും പൊങ്കാലയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മനോഹരമായി അലങ്കരിച്ച ഐശ്വര്യപൂർണമായ ആ മൺകലത്തിൽ ചുറ്റിലും തെച്ചിപ്പൂവ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഭണ്ഡാര അടുപ്പിലെ മൺകലം. അതിനുള്ളിൽ പാതിയോളം വെള്ളം നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിലേക്ക് ഇനി ഈ വെള്ളം തിളച്ചു പൊന്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങൾ 5 ചേർന്ന് നിൽക്കുകയാണ്, സമ്മേളിക്കുകയാണ്. ഇവിടെ മണ്ണ് കൊണ്ടുള്ള കലം, അതിൽ നിറയ്ക്കുന്ന വെള്ളം, അതിലേക്ക് വീശുന്ന കാറ്റ്, അതിനെ ജ്വലിപ്പിക്കുന്ന അഗ്നി, എല്ലാത്തിനും സാക്ഷിയായി ഘടത്തിനകത്തും ഈ കലത്തിനകത്തും പുറത്തു നിൽക്കുന്ന ഘടാകാശവും മഹാകാശവും നിലനിൽക്കുന്ന ആകാശ സങ്കല്പം. ഇങ്ങനെ പൃഥ്വി തേജോ വായുവാകാശങ്ങൾ 5 ഒന്നിച്ച് സമ്മേളിച്ച് ഇവിടെ ഒരു വലിയ അത്ഭുതം സൃഷ്ടിക്കുകയാണ് മനുഷ്യന്റെ മനസ്സുകളിൽ, ആത്മാവിൽ, ബോധതലങ്ങൾ. നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷമാകെ പുകപടലം കൊണ്ട് നിറഞ്ഞിരിക്കുകയെന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ സാധാരണഗതിയിൽ അല്പം പോലും വെയിൽ കൊള്ളാൻ മടിക്കുന്ന സ്ത്രീജനങ്ങളാണ് ഈ കുംഭവെയിലിനെ പോലും മറന്നുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മുന്നിൽ പൊങ്കാല അർപ്പിക്കുവാനായി തൊഴുകൈകളോടെ ചിലർ എടുത്ത് നേദിച്ച് കാണിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പൊങ്കാലയിടുന്നതിന് മുമ്പേ തന്നെ അമ്മയ്ക്ക് കർപ്പൂരം ആരതി ഒഴിയുന്ന ഭക്തകളുടെ കൂട്ടത്തിൽ കൊച്ചു കുട്ടികൾ മുതൽ വയോവൃദ്ധകൾ വരെ. ഇവിടെ ജാതിമത ഭേദമന്യേ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വിദേശികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇവിടെ പൊങ്കാല ഇടുവാനായി, പൊങ്കാല നേദിക്കുവാനായി വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷം മുഴുവൻ പുക കൊണ്ട് മൂടിയിരിക്കുകയാണ്. കൊച്ചു അടുപ്പുകളെല്ലാം കൊച്ചു ഹോമകുണ്ടങ്ങളായി കരുതുകയാണെങ്കിൽ ഒരു മഹായജ്ഞമാണ്. തീർച്ചയായും അനന്തപുരി ഒരു യാഗശാലയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഭൂഗോളത്തിന്റെ ഏറ്റവും വലിയ യജ്ഞം നടക്കുന്നത് ഇവിടെയാണ്. അതെ, ഇതിപ്പോ ഭണ്ഡാര അടുപ്പിൽ നമ്മൾ കാണുന്നത് പായസച്ചോറ് തയ്യാറാക്കുന്നത് മാത്രമാണെങ്കിൽ നിരവധി 10-ലധികം നേർച്ചകളാണ് അമ്മയ്ക്ക് വേണ്ടി, നൈവേദ്യങ്ങളാണ് ഭക്തജനങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പായസം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചേർക്കേണ്ട ചേരുവകളെ കുറിച്ച് തന്നെ വളരെയധികം നിഷ്കർഷയോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്, ഭക്തിയോടുകൂടിയാണ് ചെയ്യേണ്ടത്. ചെമ്പാപ്പച്ചരി പൊടിച്ച ശർക്കര, നെയ്യ്, ഏലക്ക, ചുക്ക് ഇവയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന നൈവേദ്യമാണ് അമ്മയ്ക്ക് പ്രിയങ്കരം എന്നുള്ളതാണ് സങ്കല്പം. തിരളിയുണ്ട്. തിരളിയാകുമ്പോൾ സ്ത്രീകളാണ് പറയാൻ കൂടുതൽ യോഗ്യകളെങ്കിലും അറിയാതെ കൊച്ചിലെ മുതലേ വളരെ ചെറുപ്പം മുതൽ തന്നെ കഴിച്ചു വന്ന ഓർമ്മ കൊണ്ട്, എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന പൊങ്കാലയുടെ ഓർമ്മ കൊണ്ട് പറയാൻ, അരിപ്പൊടിയും ശർക്കരയും ഏലക്കയും ചുക്കും ചേർത്തുണ്ടാക്കുന്നതാണ്, പഴവും ചേർത്തുണ്ടാക്കുന്നതാണ് തിരളി എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക വയണയിലയിൽ ചുരുട്ടി ഉണ്ടാക്കുന്ന നൈവേദ്യമാണ്. അത് അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ലഭിക്കുമെന്നുള്ളത്, ഐശ്വര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നൈവേദ്യമാണ് തിരളി എന്ന് പറയുന്നത്. തെക്കൻ തിരുവിതാംകൂറുകാർക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു നൈവേദ്യമുണ്ട്, മണ്ടപ്പുറ്റ്. അതെ, ചെറുപയർ പൊടിയും അരിപ്പൊടിയും വറുത്ത് അതിലേക്ക് ശർക്കര, നെയ്യ്, ഏലക്ക, ചുക്ക് എന്നിവ ചേർത്ത് തിരളിയിൽ നിന്നും അല്പം മാത്രം വ്യത്യാസമുള്ള ഈ ഒരു വിഭവം അമ്മയ്ക്കായി ഒരുക്കുന്നത് നമ്മുടെ ശിരോ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശമനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് സങ്കല്പം. അതെ, അമ്മയ്ക്ക് മുൻപിൽ എല്ലാവരും കുഞ്ഞുങ്ങളാണ്. അതെ, ഇവിടെ
തെരളി, അതെ അതെ, തെരളി ഒരുക്കുന്ന കാഴ്ചയാണ്. വളരെ പുലർച്ചെ തന്നെ ദേശത്തിന്റെ അങ്ങ് നിന്നും ഇങ്ങു നിന്നും വളരെ ദൂരെയുള്ള ദിക്കിൽ നിന്ന് തന്നെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ, സഞ്ചരിക്കുന്ന വഴി തന്നെ നമ്മൾ കാണുവാൻ സാധിച്ചു. പച്ച ഈർക്കിലിയിൽ കോർത്ത് വളരെ പ്രകൃതിദത്തമായ, നേരത്തെ സൂചിപ്പിച്ചത് മാലയാക്കി ഒരുക്കി അമ്മയ്ക്ക് നേദിക്കുവാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതേ സമയം തന്നെ ഇവരുടെയൊക്കെ മൺകലങ്ങളിൽ പൊങ്കാല പായസവും തയ്യാറാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ, പുലർച്ചെ തന്നെ ഇവർ തുടങ്ങിയതാണ്. ശർക്കര ചേർക്കാതെ വെറുതെ അരി വേവിച്ചെടുക്കുന്ന വെള്ളച്ചോറ്, അതും ഒരു നൈവേദ്യ ഇനമാണ്. പൊങ്കാല ദിനത്തിൽ ഭക്തജനങ്ങൾ ചെയ്യുന്ന ഒരു നൈവേദ്യ ഇനമാണ്. മോദകം ഉണ്ടാക്കാറുണ്ട്. വേവിച്ച പയർ ശർക്കരയിൽ വരട്ടി ചുക്കുപൊടിയും ഏലക്കയും ചേർത്ത് അരിമാവിൽ മുക്കിയെടുക്കുന്ന നേദ്യമാണ് മോദകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗണപതിക്കും കൂടി ചേർത്ത് ഉള്ളതാണ്. അമ്മയെന്ന് പറയുന്ന സങ്കല്പത്തിൽ ഗണപതിയും എല്ലാ സഹദേവങ്ങളും വരുന്നു. പരമേശ്വരിയാണല്ലോ, എല്ലാത്തിനും അതീതയായി നിൽക്കുന്ന, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന, എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ആളാണല്ലോ അമ്മ. അതെ, എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന സങ്കല്പം. അതെ, എന്ത് തന്നെ പറഞ്ഞാലും അമ്മയ്ക്ക് ഏറ്റവും പ്രിയം എന്തായാലും തീർച്ചയായും ചെയ്തിരിക്കേണ്ടത് അരവണ തന്നെയാണ്, പായസം തന്നെയാണ്. അരവണ സാധാരണ നമ്മൾ ശബരിമലയെ ബന്ധപ്പെട്ട് മാത്രമാണ് പറഞ്ഞ് കേൾക്കാറ്. പക്ഷേ ഇവിടെ ആറ്റുകാലമ്മയ്ക്കും വളരെ പ്രിയപ്പെട്ട നൈവേദ്യമാണ് അരവണ. തീർച്ചയായും ശർക്കര പായസം, ശർക്കര, തേങ്ങ, പഴം എന്നിവ വേവിച്ച് അരിയിൽ ചേർത്താണ് ശർക്കര പായസം തയ്യാറാക്കുന്നത്. ഇത് കൂടാതെ ഇടിച്ചു പിഴിഞ്ഞ പായസം, നെയ്പായസം തുടങ്ങി പായസത്തിന്റെ വിവിധ ഇനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആറ്റുകാലമ്മേ ശരണം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊങ്കാല അടുപ്പിൽ, പണ്ടാര അടുപ്പിൽ അരി ഇട്ട് കഴിഞ്ഞു. തിളച്ച വെള്ളത്തിൽ അരി ഇട്ട് അതിനി പൊങ്ങി വരിക എന്നുള്ളതാണ്. പൊങ്കൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഐശ്വര്യത്തോടു കൂടിയുള്ള പൊങ്ങൽ എന്നുള്ളതാണ്. അതിപ്പോൾ സൂര്യൻ്റെ തേജസ് ഉയർന്നു വരുന്നതും അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മഭാവത്തിലുള്ള തേജസ് ഉയർന്നു വരിക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഭണ്ഡാര അടുപ്പിൽ അരി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പൊങ്ങി വരുവാനുള്ള ഒരു താമസം മാത്രമേ, അതിനുശേഷം മാത്രമേ മറ്റു വിഭവങ്ങളെല്ലാം തന്നെ ചേർക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് ഭക്തരെല്ലാം തന്നെ അവരുടെ പൊങ്കാല അടുപ്പിൽ തീ കൂട്ടുന്നതും അതോടൊപ്പം തന്നെ തളർച്ച മാറ്റുവാനായി അങ്ങിങ്ങായി ദാഹജലം എടുക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും പണ്ടാര അടുപ്പിലേക്കാണ് വരുന്നത്. ഐശ്വര്യപൂർണമായ ആ ഒരു ദൃശ്യം പൊങ്ങി തൂകുന്നതിനുമുണ്ട് ചില സങ്കല്പങ്ങൾ. കിഴക്കോട്ട് പൊങ്കാല പതഞ്ഞു പൊങ്ങി തൂകുന്നതാണ് ഐശ്വര്യവും നമ്മുടെ ഇഷ്ടകാര്യങ്ങളെല്ലാം തന്നെ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഭക്തർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അടുപ്പ് അങ്ങോട്ട് ചരിച്ച് വയ്ക്കുവാറാണ് നമ്മൾ കാണുന്നത്. ശരിയാണ് മായ പറഞ്ഞതുപോലെ പൊങ്കൽ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പൊങ്കാല എന്ന പദം വന്നിരിക്കുന്നത് തന്നെ. ഇതാ ഈ കാണുന്നവരെല്ലാവരും തങ്ങൾ അടുപ്പത്തിട്ടിരിക്കുന്ന അരി തിളച്ചു പൊങ്ങി തൂവി മറിയുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അതാണ് പൊങ്കാലയ്ക്ക് വരുന്നു എന്നതിന്റെ അർത്ഥം. ഇതിനകത്ത് അരി ഇപ്പോൾ ഏതാണ്ട് തിളച്ചു തുടങ്ങുന്നു, കുമ്മള വന്നു തുടങ്ങിയിരിക്കുന്നതിലേക്ക് ആ ചെമ്പാപ്പച്ചരിയുടെ ആ നിറം നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ടുള്ള ഐശ്വര്യപൂർണമായ ആ ഒരു ദൃശ്യം ഭക്തരെല്ലാം തന്നെ കാത്തു നിൽക്കുന്നു. ചിലരെല്ലാം തന്നെ ഭക്തരോടൊപ്പം പൊങ്കാല ഇടുന്നവരോടൊപ്പം അനുഗമിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ ക്ഷേത്ര നടയിൽ വന്ന് പണ്ടാര അടുപ്പിൽ തിളച്ച് പൊന്തുന്നത് കാണുവാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്തായി പൊങ്കാല അടുപ്പിൽ ഭക്തജനങ്ങൾ പൊങ്കാല ഇടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ നിരന്നു നിന്ന് പലവിധ സേവനങ്ങളാണ് ഇവർക്ക് വേണ്ടി, സൗകര്യങ്ങളാണ് ഇത്തവണ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നവർ, ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കുന്നവർ, ഇല എത്തിച്ചു കൊടുക്കുന്നവർ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള തീർച്ചയായും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഏറിയ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഈ വർഷം ഒരുക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി സർക്കാർ തലത്തിലും കോർപ്പറേഷൻ തലത്തിലുമുള്ള എല്ലാ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി ഒത്തൊരുമയോടുകൂടി നാളുകൾ കൊണ്ട് പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ്, ആരോഗ്യവകുപ്പ്, കുടിവെള്ള വകുപ്പ്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്നിങ്ങനെ എല്ലാ വകുപ്പുകളും, സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും കൈകോർത്ത് നിന്ന് ആണ് ഇത്തവണ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും പോലീസിൻ്റെ സേവനമൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇത്തവണത്തെ. ജലസേചന വകുപ്പ് എല്ലാം തന്നെ നേരത്തെ തന്നെ നഗരത്തിൻ്റെ അങ്ങിങ്ങായി 1200-ലേറെ പൈപ്പ് സ്ഥാപിക്കുകയും ഭക്തജനങ്ങൾക്ക് അവിടെ പൈപ്പ് അതോടൊപ്പം തന്നെ ഷവറുകളും സ്ഥാപിക്കുകയും ഭക്തജനങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് അവർക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മുൻ വർഷത്തേക്കാൾ മികച്ച ക്രമീകരണമാണ് ഇത്തവണ ഉള്ളതെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സായുധ സേനയിലുള്ളവരും പോലീസ് സേനയിലുള്ളവരും എല്ലാം തന്നെ ഈ ഒരു ദിവസം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. മാത്രമല്ല ഭക്തജനങ്ങൾക്ക് വേണ്ടി പൊങ്കാല അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾ വ്രതമനുഷ്ഠിച്ച് ഇരിക്കുന്ന സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളത്. എത്രയോ ദിവസത്തെ വ്രതത്തിന്റെ അന്ത്യമാണിത്.
അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരമാണിത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾ മുമ്പ് ഇവിടെ താമസിക്കുന്ന സ്ത്രീകൾ 3 ദിവസം മുൻപ് പോലും ഇവിടെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വന്ന് കിടന്നുറങ്ങുന്ന സ്ത്രീകളെ ഞാൻ അതെ, എല്ലാവർക്കും അമ്മയുടെ ഏറ്റവും അടുത്ത് വന്നിരുന്ന് പൊങ്കാല അർപ്പിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്നാലും കഴിയുന്നത്രയും അടുത്ത് അമ്മയുടെ അടുത്തെത്തുക. എത്ര ദൂരത്താണെങ്കിലും വിളുപ്പുറത്തമ്മ എന്നാണ് ആറ്റുകാലമ്മ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എവിടെ ഇരുന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഭഗവതി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഭക്തയുടെ പൊങ്കാല നൈവേദ്യം തയ്യാറായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലത്തു നിന്നും അതൊന്നും കാര്യമാക്കാതെ, അതൊന്നും ഏശുന്നില്ല ആ ഭക്തജനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യൂണിഫോം ഇട്ടതുപോലെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും കേരള മുണ്ടും നേരിതും ധരിച്ച് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിജന്യമായ വസ്തുക്കൾ, പ്രകൃതിയിൽ നേരിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ. അതെ, തീർച്ചയായിട്ടും ഹരിത പ്രോട്ടോകോൾ ഇത്തവണ ഉള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇനി വീണ്ടും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്, തിരിച്ചെത്തുന്നത് വരെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് പൊങ്കാലയിടാൻ വരുന്നത്. ഇന്നലെ വന്നു, നന്നായിട്ട് ദേവിയെ കണ്ടു, ദർശനം നടത്തി. ഇന്ന് പൊങ്കാലയിടാൻ തയ്യാറാവുന്നു. അടുത്ത വർഷം വരണം എന്ന് ആഗ്രഹമുണ്ട്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ വരുന്നതായിരിക്കും. ഞാൻ അംബികാദേവി. എൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. 40 വർഷമായിട്ട് വരുന്നുണ്ട്. കുറേ വർഷമായിട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അനുഭവങ്ങൾ അടുത്താണ് കാണുന്നത്, കിട്ടുന്നതും. പല പല അനുഭവങ്ങളും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഇതിലാണ് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പേര് മിനി എന്നാണ്. ഞങ്ങൾ കുറച്ച് പേര്, ഒരു 10 പേര് ചേർന്നിട്ടാണ് പാലക്കാട്ടിൽ നിന്ന് വന്നത്. ഇന്നലെ ഉച്ചക്കിലാണ് എത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയുടെ വളരെ ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും പല അനുഭവങ്ങളും കിട്ടിയതായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് എനിക്ക് പൊങ്കാല ഇടണമെന്ന്. അത് ഈ വർഷമാണ് എനിക്ക് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ വർഷം ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ സാധിച്ചതിൽ. ഞങ്ങൾ തേരിവിള പുത്തം വീട്, എൻ ചെല്ലപ്പൻ നാടാർ. ഞാൻ കാലവർഷം കൊണ്ട് അമ്മയുടെ നടയിൽ വരെയാണ്. വരുമ്പോൾ 5 കരിക്ക് അഭിഷേകത്തിന് കൊണ്ടുവരും. അങ്ങനെ 13 വർഷം കൊണ്ട് ഇവിടെ പൊങ്കാലയിടെയാണ്. ഞാൻ കൊല്ലംപരയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ശാന്തകുമാരി എന്നാണ്. ഞാൻ 29 വർഷം കൊണ്ട് അമ്മയ്ക്ക് പൊങ്കാലയും പുറ്റുവിടാനായിട്ട് ഇടുകയും ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അമ്മയെ കൊണ്ട് എനിക്ക് സാധിച്ച് ഇനി അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും വരുന്നത്. ഭണ്ഡാര അടുപ്പിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൊങ്കാല നൈവേദ്യം ഏകദേശം തയ്യാറായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭക്തി സാന്ദ്രമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഭണ്ഡാര അടുപ്പിൽ ആ മനോഹരമായി ആളിക്കത്തുന്ന ആ അഗ്നി ജ്വലിച്ച് കത്തുന്നത് കാണാൻ തന്നെ വളരെയധികം എന്തൊരു ചൈതന്യമാണ് തന്നെ, എന്തൊരു ഭംഗിയാണ്, ചൈതന്യമാണ്. പൊങ്കാല അടുപ്പുകളോടൊപ്പം തന്നെ തൂശനിലയിൽ ഒരുക്കിയിരിക്കുന്ന പടുക്കയും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പഴവും ചന്ദനത്തിരിയും ചിലർ നാളികേരം ഇവയെല്ലാം ചേർത്ത് ഒരുക്കുന്ന അതൊരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. മുന്നിൽ ഒരു എണ്ണ വിളക്കിൽ ഒരു തിരി കത്തിച്ചു വയ്ക്കുക, ഒരു ലേശം കർപ്പൂരം കത്തിക്കുക, ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക, ഒക്കെ ചേർന്നിട്ട് വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ഇത് പൊതുവഴിയിലാണ് എന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ മൈതാനത്തിലാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ സ്ഥലത്താണ് ഈ ഒരു ഭക്തിയുടെ നിറകുടമായി തീരുന്നത്. ആ സ്ഥലമാണ് ഭക്തിയുടെ നിറകുടമായി. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു ദിവസം ഇന്ന് അവർ സർവം സ്വതന്ത്രയായി വിരാജിക്കുന്ന ഒരു ദിവസം കൂടിയാണ് സ്ത്രീകൾക്ക്. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ. കേരളത്തിലെ മലയാളി പെൺകുട്ടികളുടെ, മലയാളി സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് കൂടി ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകൾക്ക് ശക്തി പകരുന്ന ഒരു ദിനം കൂടിയാണ് ശരിക്കും പൊങ്കാല. അതുകൊണ്ട് തന്നെയാണ് പൊങ്കാല മഹോത്സവ കാലങ്ങളിൽ ദേവിയെ ദർശിക്കുവാനും നിരനിരയായി എത്തുന്ന സ്ത്രീകളുടെ ബാഹുല്യവും കണക്കിലെടുത്ത്, ക്ഷേത്രത്തിൽ നടത്തുന്ന അർച്ചനകളുടെയും വഴിപാടുകളുടെയും കണക്കിലെടുത്ത് സ്ത്രീകളുടെ ശബരിമല എന്നുള്ള ആ ഒരു പദം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പൊങ്കാല ദിനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവിധ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഭണ്ഡാര അടുപ്പിലേക്കുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പച്ചപ്പന്തലിന് മുന്നിൽ തോറ്റം പാട്ടുകാർക്ക് ഒരുക്കിയിരിക്കുന്ന പച്ചപ്പന്തലിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഭണ്ഡാര അടുപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന മന്ത്രിയും MP-യും തുടങ്ങിയുള്ള ജനപ്രതിനിധികളും എല്ലാം തന്നെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. ഭണ്ഡാര അടുപ്പിലുള്ള ആ പൊങ്കാല നൈവേദ്യം തിളച്ചു തൂവാനായി തുടങ്ങി. അത് ഏതാണ്ട് തൂവുന്ന അവസ്ഥയിലേക്ക് ഒന്ന് ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിമിഷങ്ങൾ
ഏതാനും വിനാഴികകളുടെ കാര്യമേ ഉള്ളൂ, നാഴികകൾ പോലും വിനാഴികളുടെ കാര്യമേ ഉള്ളൂ. അന്തരീക്ഷം മുഴുവൻ ഭക്തി സാന്ദ്രമായി മാറിയിരിക്കുകയാണ്. എങ്ങും നാമജപങ്ങളും അമ്മയുടെ സ്തോത്രങ്ങളും എല്ലാം തന്നെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമ്മയോട് പരിദേവനങ്ങൾ പറയുന്ന ആ ഇതും നമുക്ക് കേൾക്കാവുന്നതാണ്. അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹമാണിതാ പൊന്തി മുകളിലേക്ക് വന്ന് തൂങ്ങി തുടങ്ങുന്നത്. ഐശ്വര്യപൂർണമായ ഭക്തിസാന്ദ്രമായ ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അധികം കാത്തിരിക്കുന്ന പൊങ്കാല തൂകി, പൊങ്കാല തൂവിക്കഴിഞ്ഞു. വളരെയധികം ഐശ്വര്യപൂർണമായ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന പണ്ടാരടുപ്പിലെ പൊങ്കാല തിളച്ചു തൂവുന്ന ദൃശ്യമാണ്, കിഴക്കോട്ട് തിളച്ചു തൂവുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തിളച്ച് അധികമായി തൂകി അഗ്നി കെടുതാൻ സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇളക്കി അതിനെ പാകപ്പെടുത്തി എടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കൊതുമ്പ് ഉപയോഗിച്ചിട്ടാണ്. അതെ, സ്റ്റീൽ തവിയല്ല. അതെ, വളരെ പ്രകൃതിയുമായി ഇടങ്ങി നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല. എല്ലാവരും ചേർന്ന് ആണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ അടുത്തതായി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നേദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്രയും മതിയാകും. കൊതുമ്പ് ഒക്കെ ഇനിയിപ്പോ തീ പതുക്കെ കെടുത്തി, കുറച്ച് കൊതുമ്പുകൾ, ആവശ്യമില്ലാതെയുള്ള വിറകുകളോ ആലവാലങ്കരോ ഒന്നുമില്ല. അല്ല, ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ അതെല്ലാം ഇത്തവണ വളരെയധികം ശ്രദ്ധാപൂർവ്വം ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഗ്രീൻ പ്രോട്ടോകോൾ, ഒരു ഹരിത പെരുമാറ്റച്ചട്ടം സർക്കാർ വളരെ കർശനമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇവരെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തീർച്ചയായും ഇവിടെ എങ്ങും തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടോ അല്ലെങ്കിൽ പുനർ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും പ്ലാസ്റ്റിക് കവറുകൾ കഴിയുന്നു ഉപയോഗിക്കരുത് എന്ന് സർക്കാർ പേർത്തും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങൾ, ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കിലുള്ളതോ അല്ലെങ്കിൽ തെർമോക്കോൾ തുടങ്ങിയ ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇതെല്ലാം പാലിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. വളരെ കർശനമായിരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീല്, കളിമണ്ണ്, കണ്ണാടി തുടങ്ങിയവ ഉണ്ടാക്കിയുള്ള പാത്രങ്ങളും കപ്പുകളും മാത്രം ഉപയോഗിക്കാവൂ എന്ന് കർശനമായി പറഞ്ഞിരുന്നു. ഏതാണ്ട് എല്ലാ പേരും അത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ വസ്തുത. മലയാളിയുടെ ഒരു ശാസ്ത്രബോധത്തിന് തെളിവാണത്, സാമൂഹ്യ ബോധത്തിന് തെളിവാണത്. അതെ, കുംഭച്ചൂട് സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ പോലും ചൂടിനെ ഒട്ടും തന്നെ വകവയ്ക്കാതെ അമ്മയ്ക്കുള്ള നേദ്യം തയ്യാറാക്കുവാനുള്ള ശ്രമത്തിലാണ് എല്ലാ ഭക്തജനങ്ങളും. കണ്ണുനീരാണോ വിയർപ്പാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത തരത്തിൽ അവർ ക്ഷീണിതരായിരിക്കുകയാണ്. എന്നാലും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അമ്മയുടെ മുൻപിൽ എല്ലാം സമർപ്പിക്കുവാനുള്ള തങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അമ്മ കേൾക്കും, അമ്മ വരം നൽകുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ്, ഏറി വരുന്ന ആ വിശ്വാസം. വീണ്ടും പണ്ടാര അടുപ്പിലുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ചുറ്റിനും തീ പകർന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടാര അടുപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിവിധ തലങ്ങളിൽ നിന്നുള്ള പ്രമുഖരെല്ലാം തന്നെ പണ്ടാര അടുപ്പിന് സമീപത്തായി നിൽക്കുന്നുണ്ട്. പണ്ടാര അടുപ്പിൽ പൊങ്കാല തിളച്ച് തൂവുന്നത് കാണുവാനുള്ള ആ ഒരു അസുലഭ നിമിഷം കാണുവാൻ കാത്തു നിൽക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഭക്തിപൂർണം ആ പൊങ്കാല അടുപ്പിൽ, പണ്ടാര അടുപ്പിൽ നിന്നുള്ള തിളച്ച് തൂവുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറവിൻ്റെ ഐശ്വര്യത്തിന് പ്രതീകമാണ് പൊങ്കാല. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ പിന്നിൽ ചരിത്രവും ഐതിഹ്യവുമെല്ലാം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദിവസം, അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന ചെയ്യുന്ന കൃത്യങ്ങൾ, അതിനൊക്കെ വളരെ രസകരമായ ഒരു പശ്ചാത്തലമുണ്ട്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന, അതിന് സ്പർശിച്ചു വരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മിക്കപ്പോഴും അത് പൗർണമി നാൾ തന്നെ ആവും, വൃത്തഭാവ ദിവസം തന്നെ ആവും. ഈ വർഷം വൃത്തഭാവ കഴിഞ്ഞ് പ്രഥമ തിഥിയായി, ഇന്നലെയായിരുന്നു, മകന്നാളിലായിരുന്നു വൃത്തഭാവം. പക്ഷേ ഇന്ന് രാവിലെ 7:30 മണിയായപ്പോഴേക്ക് 7:45 പൂരം ആരംഭിച്ചു കഴിഞ്ഞു. പ്രഥമ തിഥിയിൽ പൊങ്കാല നടക്കുന്നു. ഒരു 9 ദിവസം മുൻപ് തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഈ ഉത്സവാഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക നാളിൽ ആറ്റുകാലമ്മയ്ക്ക് കാപ്പ് കെട്ടിയിട്ടാണ്, പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹത്തിലാണ് കാപ്പ് കെട്ടുന്നതും. ഈ കാപ്പ് കെട്ടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ദേവി എഴുന്നള്ളി ഇവിടെ വന്ന് ഇവിടെ കുടികൊള്ളും. എന്നിട്ട് എല്ലാവരും ചേർന്നുള്ള ഈ ആറ്റുകാലമ്മയും കൊടുങ്ങല്ലൂരമ്മയും കണ്ണകിയും ഒക്കെ ചേർന്നുള്ള വലിയ സാന്നിധ്യമായി, ഒരു മഹാസാന്നിധ്യമായി, മഹാചൈതന്യമായി ഇവിടെ വിളങ്ങി നിൽക്കും ഈ 10 ദിവസവും എന്നാണ്. അതെ, തീർച്ചയായും ചിലപ്പതികാരത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആറ്റുകാലമ്മയ്ക്കുള്ളത്. കേരളത്തിലേക്ക് വന്ന കണ്ണകി ആദ്യം ആറ്റുകാലിലും പിന്നീട് കൊടുങ്ങല്ലൂരിലും ദേവീ സ്വരൂപമായി പ്രതിഷ്ഠ എടുത്തു എന്നുള്ളതാണ് സങ്കല്പം, വിശ്വാസവും.
ആറ്റുകാലിലെ മുല്ലുവീട്ട് കാരണവർക്കുണ്ടായ ഒരു സ്വപ്ന ദർശനമാണ് ക്ഷേത്രോൽപത്തിക്ക് പിന്നിലെന്നും നമുക്കറിയാം, ഐതിഹ്യമുള്ളതായി നമുക്കറിയാം. ബാലികാരൂപത്തിൽ മുല്ലുവീട്ട് കാരണവർക്കുണ്ടായ സ്വപ്ന ദർശനവും പിന്നീട് സ്വപ്നത്തിൽ വന്ന് തനിക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളത് അറിയിക്കുകയും ചെയ്ത ദേവി പിന്നീട് കൊടുങ്ങല്ലൂരിലേക്ക് പോയി എന്നുള്ളതാണ് ഐതിഹ്യം. കിളിയാറിന്റെ തീരത്താണ് ഈ ആറ്റുകാൽ എന്ന് പറയുന്നത്. ആറ്റുകാൽ ഏല അന്നത്തെ കാലത്ത് വലിയ പാടശേഖരമാണ്. ഈ ആറ്റുകാൽ ഏലയിലെ ഒരു വലിയ പഴയ തറവാടാണ് മുല്ലുവീട്. മുല്ലുവീടിലെ കാരണവർ സന്ധ്യയ്ക്ക്, ആ വൃദ്ധൻ സന്ധ്യയ്ക്ക് കിളിയാറിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കരെ ഒരു കൊച്ചു പെൺകുട്ടി, സർവാഭരണ വിഭൂഷിതയായ ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് എന്നെ ഒന്ന് നദി കടത്തി തരുമോ, എനിക്ക് യാത്ര ചെയ്യാനാണ്, കടത്തി തരുമോ ചോദിക്കുന്നു. അപ്പോൾ കാരണവർ, വൃദ്ധനായ സ്നേഹസമ്പന്നനായ ഈ കാരണവർ നദി കടന്ന് അപ്പുറത്ത് പോയി ആ കുഞ്ഞിനെ തോളിലെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നു. അവിടെ ഇരുത്തി ഒക്കെ പഴമൊക്കെ കൊടുത്ത് സൽക്കരിക്കാൻ നോക്കുമ്പോൾ, സർക്കാരിൻ്റെ സാധനങ്ങളോട് പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണാനില്ല, കുട്ടിയെ കാണാനില്ല. തുടർന്നാണ് മായ പറഞ്ഞതുപോലെ അതെ തൻ്റെ അതോടൊപ്പം തന്നെയാണ് ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ഭാവം പൂണ്ട ദേവിയുടെ ഐതിഹ്യവും വരുന്നത്. ഭദ്രകാളിയും കണ്ണകിയും ഒന്നിച്ചു നിൽക്കുന്ന അതിമനോഹരമായ സങ്കല്പമാണ്. ഈ 9 ദിവസവും തോറ്റം പാട്ടുകാർ ഇത് തന്നെയാണ്, ഓരോ ദിവസവും ഓരോ കഥ ചൊല്ലിയാണ് പാട്ട് പാടുന്നതും. അതെ അതെ, ഈ കണ്ണകിയുടെ ചരിതം പാടി ഒരു ജനതയെ മുഴുവൻ ഭക്തിയിൽ ആറാടിക്കുന്ന തോറ്റംപാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ ആറ്റുകാൽ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ്. സാധാരണഗതിയിൽ തോറ്റംപാടെന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ സ്ഥിരമായി പാടി വരുന്നതാണ്. പക്ഷെ കണ്ണകി ചരിതം കൃത്യമായും കണ്ണകീചരിതം അല്ല അങ്ങനെ പാടുന്നത്. ഇവിടെ കണ്ണകി ചരിതം തന്നെയാണ് പാടുന്നത്. അപ്പോൾ പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ദേവി തിരിച്ചു വരുമ്പോൾ ദേവിയെ സമാധാനിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും വേണ്ടി ഭക്തജനങ്ങൾ ദേവിക്ക് അർപ്പിക്കുന്ന നേദ്യമാണ് പൊങ്കാല എന്നും ഒരു വിശ്വാസം. ഈ പാടുന്നതിന് കണക്കുണ്ട് മായ. ഇപ്പോൾ ഈ ഒരു വലിയ തമാശ എന്ന് പറയുന്നത്, ഒരു വലിയ വിശ്വാസം എന്ന് പറയുന്നത്, ഈ തോറ്റംപാട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കാൻ പാടില്ല എന്നതിന്റെ വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ തലമുറയിലൊക്കെ. അങ്ങനെ തന്നെ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്താലും കാരണവരാൻഡ്രോട് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ തന്നെ വരണം എന്നായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഇത് പാടി വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. അതെ, മധുവാശാന്റെ കുടുംബമാണ് ഇപ്പോൾ നിലവിൽ വർഷങ്ങളായി ഇവിടെ ആറ്റുകാലമ്മയുടെ മുന്നിൽ തോവാള പച്ചയൊക്കെ ചൂടി അവർ വന്നിരുന്ന് തോറ്റംപാട്ട് പാടുന്നത് കേൾക്കുവാൻ തന്നെ ചുറ്റിലും ഭക്തജനങ്ങൾ അടിച്ചു കൂടുമായിരുന്നു. തീർച്ചയായിട്ടും ഈ തുടങ്ങുന്നത്, ഈ ആശാനായാലും ആരായാലും പാട്ട് തുടങ്ങുന്നത് ഒന്നാമത്തെ ദിവസം ദേവിയുടെ അവതാര കഥയാണ് പാടുക. അവതാരം പാടി നിർത്തും. രണ്ടാമത്തെ ദിവസം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പാടും. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം ദിവസമാണ് വിവാഹം പാടുന്നത്. അത് വളരെ ആഘോഷമായിട്ടാണ്. അതിന് മാലപ്പുറം പാട്ട് എന്നാണ് പറയുന്നത് പോലും. മാലപ്പുറം പാട്ട് എന്നാണ് പറയുന്നത് പോലും. അത് കല്യാണമൊക്കെ കഴിഞ്ഞ് കോവലൻ്റെ കൂടെ പോയി, കോവലൻ്റെ താമസിച്ചു. കോവലൻ ദരിദ്രനായി തീർന്നു. കണ്ണയുടെ ഭർത്താവ് കോവലൻ ദരിദ്രനായി, മാധവിയുമായുടെ ബന്ധം കൊണ്ടൊക്കെ ദരിദ്രനായി തീർന്നു. അങ്ങനെ വന്ന് ദരിദ്രനായി തീർന്ന കോവലൻ കണ്ണകിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചിലമ്പ് വിൽക്കാനായി കൊണ്ടുപോകുന്നതാണ് 4-ാം ദിവസം പാടുന്ന കഥ. അത് കൊണ്ടുപോകുമ്പോൾ 4-ാമത്തെ പാട്ട് തരും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു കോവലനെ പിടികൂടുന്നു. തട്ടാൻ കോവലനെ ചതിക്കുന്നു. പാണ്ഡ്യരാജാവിനോട് പറയുന്നു, ഇതാ ഇയാളാണ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതെന്ന് പറയുന്നു. അങ്ങനെ കോവലനെ അവിടെ പിടികൂടി കൊണ്ടുവരുന്നു, വിചാരണ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 6-ാം ദിവസം കോവലനെ വധിക്കുന്ന ഭാഗം, ഈ കോവലനെ വധിക്കുന്ന ഭാഗത്തിലേക്ക് കടക്കും. കോവലൻ്റെ മരണവാർത്ത അറിഞ്ഞ ദേവി കണ്ണകി കൈലാസത്തിലെത്തി പരമശിവനിൽ നിന്ന് വരം വാങ്ങിയിട്ട് കോവലനെ ജീവിപ്പിക്കുന്നു എന്നാണ് അടുത്ത ദിവസത്തെ 7-ാം ദിവസത്തെ പാട്ട് പറയാം. അത് കഴിഞ്ഞ് രോഷാകുലയായ ദേവി ഈ സ്വർണ്ണപ്പണിക്കാരനെ കൊല്ലും. അത് കഴിഞ്ഞ് പാണ്ഡ്യരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തും. പാണ്ഡ്യരാജാവിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പാണ്ഡ്യരാജാവിനെ വിചാരണ ചെയ്യും കണ്ണകി. അതൊക്കെ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെയൊക്കെ അതിമനോഹരമായ സന്ദർഭങ്ങളാണ് അതിനകത്തൊക്കെ വരുന്നതൊക്കെ. അങ്ങനെ പാണ്ഡ്യരാജാവിനെ ശപിച്ച് ഇടത് കൈകൊണ്ട് വലത് കൈകൊണ്ട് ഇടത് മുല പറിച്ചെറിഞ്ഞ് ഈ മധുരാപുരിയെ ചുട്ടരിക്കും. അങ്ങനെ പാണ്ഡ്യരാജാവിനെ വധിക്കുന്നത് പാടിക്കഴിഞ്ഞ ഉടനെയാണ് സംഹാരരുദ്രയായി നിൽക്കുന്ന ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് എല്ലാവരും ചേർന്ന് പൊങ്കാലയിടുന്നത് എന്നാണ് ആറ്റുകാല വിശ്വാസം. അതെ, അതോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു വിശ്വാസം, ദാരിക നിഗ്രഹം കഴിഞ്ഞ വിജയശ്രീലാളിതയായി വരുന്ന ദേവിയെ സ്വീകരിക്കുവാൻ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന നേദ്യമാണ് പൊങ്കാല എന്നും ഒരു വിശ്വാസം ഉള്ളത് നമുക്കറിയാം. ഒന്ന് തന്നെയാണ്. അതെ, അപ്പോൾ ആ ഒരു ദാരിക നിഗ്രഹം കഴിഞ്ഞെത്തുന്ന ദേവിയെ സ്വീകരിക്കാൻ എത്തുന്ന ഭക്തജനങ്ങളോടൊപ്പം തന്നെ ബാലികമാർ, 12 വയസ്സിന് താഴെയുള്ള ബാലികമാർ താലപ്പൊലി ഏന്തി ദേവിയെ സ്വീകരിക്കാൻ വരുന്ന ഒരു കാഴ്ചയും നമ്മൾ ഇന്ന് പുലർച്ചെ തൊട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ആറ്റുകാലിൽ സന്ധ്യയ്ക്കായിരുന്നു താലപ്പൊലി. പക്ഷെ ഇപ്പോൾ
എണ്ണം കൂടിയപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ വെളുപ്പിന് 6 മണി മുതലേ തന്നെ താലപ്പൊലി. അതെ, വളരെയധികം വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം പണ്ടാര അടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പൊങ്കാല പായസമാണ്. അതിനെ കൊതുമ്പിൻ്റെ തണ്ടുകൊണ്ട് ഇളക്കി നല്ലപോലെ പാകപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ പൊങ്കാല ദൃശ്യങ്ങൾ തങ്ങളുടെ ക്യാമറയിലേക്ക് പകർത്തുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ചിലരുടെ എല്ലാം പൊങ്കാല തിളച്ച് മറിഞ്ഞ് ഒടുവിലായി നമ്മൾ അർപ്പിക്കുന്ന ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത ശേഷം ഏറ്റവും ഒടുവിലാണ് നെയ്യ് ചേർക്കുന്നത്. ആ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴം, ഏലയ്ക്ക, ചുക്ക്, എന്നാൽ ചിലർ തേങ്ങ ചിരകിയതും ചേർക്കാറുണ്ട്. എന്നാൽ എടുത്തു പറയുന്നത് ദേവിയുടെ പ്രസാദമായിട്ട് എടുത്തു പറയുന്നതിൽ ചെമ്പാപ്പച്ചരി പൊടിച്ച് അതിലേക്ക് ശർക്കരയും പഴവും ഏലക്കയും ചുക്കും ചേർത്ത് തയ്യാറാക്കുന്നതാണ് പൊങ്കാല പായസം. അതെ, നെയ്യും ചേർത്തുണ്ടാക്കുന്നതാണ് പൊങ്കാല പായസം. ഓരോരുത്തരും അവരവരുടെ ദേവിക്ക് എത്ര തന്നെ അർപ്പിച്ചാലും ആഗ്രഹം മതിവരാത്ത ഭക്തജനങ്ങളാണുള്ളത്. അതുകൊണ്ട് എന്തു തന്നെ ദേവിക്ക് നൽകിയാലും മതിവരാത്തത് കൊണ്ട് തങ്ങൾക്ക് ആകുന്നതും തങ്ങൾക്ക് എത്രമാത്രം അത് സ്വാദിഷ്ടമാക്കുവാൻ സാധിക്കുമോ ദേവി അത്രയും സംപ്രീതയാകുമെന്ന വിശ്വാസമാണ് ഭക്തർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പല തരത്തിലാണ് ദേവിക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം പണ്ടാര അടുപ്പിലുള്ള പൊങ്കാല പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ദേശത്തിൽ നാനാ ദിക്കിലുള്ള ഭക്തജനങ്ങളും ഒരുക്കുന്ന ചിലരെല്ലാം പൊങ്കാല ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ദേവി ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ലോകപ്രശസ്തവും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയതുമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 2019 പൊങ്കാല മഹോത്സവത്തിൻ്റെ അതിപ്രധാനമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. രാവിലെ 10:15 അടുപ്പിൽ പണ്ടാര അടുപ്പിൽ തീ കത്തുന്നതോടുകൂടി പൊങ്കാല മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 മാസത്തോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നു വരികയായിരുന്നു. സർക്കാർ തലത്തിലും കളക്ടർ തലത്തിലും മേയർ തലത്തിൽ കോർപ്പറേഷൻ തലത്തിലുമെല്ലാം അവലോകന യോഗങ്ങൾ അപ്പോഴപ്പോൾ കൂടുകയും വിവിധ വകുപ്പ് അധ്യക്ഷന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആ വകുപ്പിലെ ജീവനക്കാരും വകുപ്പ് അധ്യക്ഷന്മാരും കൂടി നിർലോഭമായ അവരുടെ പ്രയത്നം കൊണ്ട് പൊങ്കാലയുടെ എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായി ഉണ്ടായിരുന്ന വെടിപ്പുരയും പൊങ്കാല ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. വിവിധ നടത്തി ഒത്തിരി ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് പൊങ്കാലയിടുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാനായി വിദേശികൾ പോലും വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വദേശീയരും വിദേശീയരും എല്ലാം തന്നെ ഒന്നുപോലെ ആറ്റുകാലമ്മയുടെ മുന്നിൽ വണങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും പണ്ടാര അടുപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പൊങ്കാല നൈവേദ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പൊങ്കാല ഇട്ട് കഴിഞ്ഞവർ പിന്നീട് വഴിവക്കത്തുള്ള ഓരോ കടകളിലും ദാഹജലം അന്വേഷിച്ചും അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ തേടി അങ്ങിങ്ങ് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലതരം ഇനങ്ങളാണ്, പലതരം വിഭവങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഉണ്ടാക്കാൻ വളരെ വളരെ പ്രയാസമുള്ള പന്തിരുനാഴി പോലും ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതലുണ്ട്. 101 തലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ കൂടി നിൽക്കുന്നതിൽ മിക്കവാറും പേരും പൊങ്കാല ഇട്ട് കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും നേർച്ചയാണ്. 100ഉം 101ഉം 51ഉം ഒക്കെ കലങ്ങളിലുള്ളതെല്ലാം നേർച്ചകളാണ്. തങ്ങൾക്ക് വരുന്ന ദുരിതങ്ങളെല്ലാം തന്നെ അമ്മ അകറ്റിത്തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്തരം നേർച്ചകളെല്ലാം തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് താലപ്പൊലി ബാലികമാരുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ
ഭടന്മാരെന്ന് നമ്മൾ കരുതുന്ന കുത്തിയോട്ട ബാലന്മാരുടെ കാര്യത്തിലാണെങ്കിലും 12 വയസ്സിൽ താഴെയുള്ള കുത്തിയോട്ട ബാലന്മാർ ഇവിടെ ഉത്സവത്തിൻ്റെ 3-ാം ദിവസം തൊട്ട് തന്നെ ദേവിയുടെ സന്നിധിയിൽ ഇവിടെ തന്നെയാണ് വ്രതമനുഷ്ഠിച്ച് കഴിയുന്നത്. അവർ ഈ ഒരു ദിവസം കാത്തിരിക്കുകയാണ്. കാര്യം അമ്മ പുറത്തെഴുന്നള്ളപ്പോൾ അമ്മയോടൊപ്പം തന്നെ സഞ്ചരിക്കുവാനുള്ള ഭാഗ്യമാണ് ആ ബാലന്മാർക്ക് കിട്ടുന്നത്. പണ്ടാരി അടുപ്പിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പൊങ്കാലക്കലങ്ങളെല്ലാം ഏതാണ്ട് തിളച്ചു കഴിഞ്ഞിരിക്കണം അല്ലേ? അതാണ് സാധാരണ ഇതിലുള്ള ശർക്കര പായസം ഉണ്ടാക്കുന്നവരുടെ എല്ലാം പൊങ്കാലക്കലങ്ങൾ ഏതാണ് തിളച്ചു കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കുന്നത്. ഓരോ വർഷം ചെല്ലുന്തോറും ഭക്തരുടെ എണ്ണം ക്രമാതീതമായി കൂടി ഏറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികൾ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. അതിനുവേണ്ടി ഓരോ കാര്യത്തിനും വേണ്ടി ഓരോരോ കമ്മിറ്റികളെ അവർ കൂടിയാലോചനയ്ക്ക് ശേഷം രൂപീകരിക്കുകയും അതത് കമ്മിറ്റികൾ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി എല്ലാം തന്നെ കൃത്യമായി ചെയ്യുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടുവരുന്നത്. പണ്ടാരി അടുപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത്. പൊങ്കാല നൈവേദ്യം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പണ്ടാരി അടുപ്പിൽ പൊങ്കാല നൈവേദ്യം തയ്യാറായി അത് വാഴയുടെ തൂശനില കൊണ്ട് മൂടി വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇനി നേദിക്കുന്ന സമയത്ത് മാത്രമാണ് അത് തുറക്കുക. ഇപ്പം നമ്മൾ ആറ്റുകാലമ്പലത്തിൻ്റെ പരിസരമാണ് കാണുന്നത്. എങ്ങും പുകപടലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു അന്തരീക്ഷമാണുള്ളത്. ഭക്തജനങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പൊങ്കാല അടുപ്പിൽ നിന്ന് ഉയർന്നു വരുന്ന ആ പുകപടലങ്ങൾ വളരെ മനോഹരമായി മൂടൽമഞ്ഞ് പോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ഇവർ നിൽക്കുന്നത്. യജ്ഞശാലയുടെ സ്വാഭാവിക ദൃശ്യം പോലെ തന്നെ അല്ലേ? അതെ, പൊങ്കാല തിളച്ചു വരുന്നത് ഇവരെല്ലാം തന്നെ വ്രതമനുഷ്ഠിച്ച് കാത്തിരിക്കുന്നവരാണ്. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി യാതൊന്നും തന്നെ ഭക്ഷിക്കാതെ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാനായി കാത്തു നിന്നിരിക്കുന്ന നിമിഷങ്ങളാണുള്ളത്. എന്നാൽ തന്നെയും ചിലരെല്ലാം തന്നെ പൊങ്കാല തിളച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ദിവസത്തെ ആദ്യത്തെ അന്നം ഉള്ളിലേക്ക് എടുക്കുന്നതാണ് സാധാരണ. എന്നാൽ ചിലരൊക്കെ തന്നെയും നേദിച്ചതിന് ശേഷം ശ്രീകോവിലിനുള്ളിൽ വന്നിന്ന് പോറ്റി വന്ന് പൊങ്കാല നേദിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഭക്തജനങ്ങളും വളരെ കഠിനമായ വ്രതമാണ് നമ്മൾ കാണുന്നത്. ഇവർക്കെല്ലാം തന്നെ വേണ്ട സൗകര്യങ്ങൾ എല്ലാ വർഷങ്ങളിലും ഭക്തജനങ്ങളുടെ എണ്ണം ഏറി വരുന്നത് കാരണം ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ വർഷം വളരെയധികം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ട്രസ്റ്റ് ഭാരവാഹികളോടും മറ്റ് സന്നദ്ധ സംഘടനകളോടും സർക്കാരിനോടും കോർപ്പറേഷനോടും എല്ലാ സംഘടനകളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നതാണ്. സർക്കാരിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ ഇത്തവണ വളരെ കൃത്യമായി ഇത്തവണ അത് 4-ാം വർഷത്തിലേക്ക് കടത്തിരിക്കുകയാണ്. ഹരിത പൊങ്കാല എന്നുള്ള ആ ഒരു ആശയം. കാരണം പ്ലാസ്റ്റിക് പുനരുപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എല്ലാ വസ്തുക്കളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഹരിത പൊങ്കാല. എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് കവറുകൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക. ഇതാ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഇതിനകത്ത് കാണുന്ന നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. കഴിയുന്നതും ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ, ശർക്കര കൊണ്ടുവരുമ്പോൾ പോലും മറ്റൊരു സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാവാം, അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള ഭരണിയാവാം, അതിനൊരു കണ്ണാടി കൊണ്ടുണ്ടാക്കിയ സ്ഫടികം കൊണ്ടുണ്ടാക്കിയുള്ള കുപ്പിയാവാം. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഗ്രീൻ പ്രോട്ടോകോളിന്റെ പ്രധാന നിർദ്ദേശം. അങ്ങനെയാണ്. പ്ലാസ്റ്റിക് നിരോധനം തീർച്ചയായിട്ടും വേണ്ട പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. മഗും ബക്കറ്റും ഒക്കെ പെടും. മഗും പ്ലാസ്റ്റിക് ബക്കറ്റും എല്ലാം പെടും. മാത്രമായില്ല, 3 വർഷം മുൻപ് പൊങ്കാല കഴിഞ്ഞ 350 ടണ്ണോളം വേസ്റ്റുകൾ, മാലിന്യങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു കണക്കെടുപ്പ്. അത് കഴിഞ്ഞ വർഷമായപ്പോൾ അത് 72 ടണ്ണായി കുറയ്ക്കുവാൻ സാധിച്ചു എന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിക്കുന്നുണ്ട്. അത് ഈ വർഷം 60 ടണ്ണാക്കി കുറയ്ക്കുവാനാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. തീർച്ചയായും. ചിലരൊക്കെ ഉപയോഗിക്കുന്നത്, ചിലരൊക്കെ ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടുവെങ്കിലും നോക്കിയാൽ മനസ്സിലാവും ഭൂരിഭാഗം പേരും പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല. ഇതാ നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ ദൃശ്യങ്ങളാണ്. അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും സമമാണ്. അവിടെ ഉയർച്ച താഴ്ചകളില്ല, ജാതി മത ലിംഗ ഭേദമില്ല. അമ്മയ്ക്ക് മുൻപിൽ എല്ലാവരും മക്കളാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്ത് അമ്മയാണ് ആറ്റുകാലമ്മ. അപ്പോൾ ഏതോ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്ന് ഒരു സാധാരണ വീട്ടമ്മയും ഈ ഒരു സിനിമാ താരവും ഒരുപോലെ വെയിലത്തിരുന്ന് അമ്മയുടെ മുന്നിൽ പൊങ്കാലർപ്പിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ഐകമത്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഏകതാഭാവത്തിന്റെ ഒരു കാഴ്ച. സമർപ്പണ ദൃശ്യമാണ്. ആത്മസമർപ്പണമാണ് പൊങ്കാല ദിവസം നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇതര വിഭാഗങ്ങളിലുള്ള സുരക്ഷാ സന്നാഹങ്ങളുടെ കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്.
അതിനായിട്ട് ഗ്രീൻ പ്രോട്ടോക്കോളിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം ഇത് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിക്കുവാനും അത് കഴിഞ്ഞ് പൊങ്കാല നിവേദ്യം വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാനും തുണി, ചണം തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉണ്ടാക്കിയ സഞ്ചികൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതെ, പൊങ്കാല കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനാകാത്ത വിധം അവശേഷിക്കുകയാണ് എങ്കിൽ അതിൽപ്പെടുന്ന ഈ ഇഷ്ടികകളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. പിന്നെയുള്ള മാലിന്യങ്ങളിൽ അഴുകുന്നതും അഴുകാത്തതുമായിട്ട് തരംതിരിച്ച് കൂട്ടിവെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹരിത പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയതുകൊണ്ട് തന്നെ പൊങ്കാല പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം വിപുലമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം ഈ വർഷം ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലും വളരെ കർശനമായിട്ട് നിയമങ്ങൾ പാലിക്കണമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം 815 കുട്ടികളാണ് കുത്തിയോട്ട വ്രതം എടുക്കുന്നത്. കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾ മണക്കാട് എത്തുമ്പോൾ അവർക്ക് വിശ്രമിക്കാനായിട്ട് അതിനടുത്ത് കുറച്ച് സ്ഥലം ലീസിനെടുത്ത് അവിടെ പന്തൽ കെട്ടി കുട്ടികളെ ഇരുത്താനും അവർക്ക് വെള്ളം കൊടുക്കാനും അവരെ നോക്കാനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയ്ക്കായി നേദ്യം തയ്യാറാകുന്ന കാഴ്ചയാണ്. ഒരു ഭക്തയുടെ നേദ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് മുൻ കാലങ്ങളെക്കാട്ടിലും വിപുലമായ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പൊങ്കാല സമയത്തുണ്ടാകുന്ന അനിഷ്ടങ്ങളൊക്കെയും തന്നെ ഒഴിവാക്കുവാനായിട്ട് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നാടെങ്ങും തന്നെ ഒരുക്കിയിരിക്കുന്നതാണ്. അതിലെടുത്തു പറയേണ്ടതാണ് പോലീസ് വിഭാഗത്തിന്റെ സേവനം. നിശ്ചയമായിട്ടും കാരണം മുൻപ് ചില അവസരങ്ങളിലെങ്കിലും അനിയന്ത്രിതമായ ജനത്തിരക്കുണ്ടായപ്പോൾ ആകെ പകച്ചു നിന്ന് പോയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട പ്രശംസനീയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, അതിന് സംശയമേ ഇല്ല. പോലീസ് മാത്രമല്ല, അഗ്നിശമന സേനയും. പോലീസിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്തിനുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ഡ്രോണുകൾ, ക്യാമറ ഘടിപ്പിച്ച ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറു വിമാനങ്ങൾ ഇവിടെ മുഴുവൻ പറന്നു കിടക്കുകയാണ്. ആ 5-6 വിമാനങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഔദ്യോഗികമായി 3 വിമാനങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു. അതിലേറെ വിമാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആകാശ കാഴ്ചകൾ സുലഭമാണ്. സ്ത്രീകളുടെ പൂർണ്ണ സുരക്ഷ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയ്ക്ക് ആരെങ്കിലും സുഖമില്ലാതെ വീഴുക, തളർന്നു വീണ് പോവുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ, ഈ മണ്ഡപത്തിലെ മുഖഗോപുരത്തിലേക്ക് മനോഹരമായ ദൃശ്യങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പോലും നമുക്ക് ഇവരുടെ സുരക്ഷയെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല. തീർച്ചയായും ഇതിനിടയ്ക്ക് ഒരുപാട് ആന്റി സോഷ്യൽ എലമെന്റ്, സാമൂഹ്യ വിരുദ്ധ ശക്തികൾ കടന്നു കയറി ശല്യമുണ്ടാക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു മുൻപ്. അതൊക്കെ വളരെ ഭംഗിയായി പോലീസ് തവണ നിയന്ത്രിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 20-ാം തീയതിയായ ഇന്ന് പൊങ്കാല നടക്കുകയാണ്. ലോക പ്രശസ്തി ആർജിച്ച ആറ്റുകാൽ പൊങ്കാലയാണ്. 2 ദിവസം, പൊങ്കാല ദിവസത്തിന് 2 ദിവസം മുമ്പേ തന്നെ ആറ്റുകാൽ ചുറ്റുവട്ടത്ത് വന്ന് ഇവിടെ താമസിച്ച് പൊങ്കാല ഇടുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി ഇരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷിതത്വത്തിനും എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പോലീസിൻ്റെ സഹായവും മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വളരെയധികമായ സഹായവും ലഭിക്കുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തെ വീടുകളെല്ലാം പൊങ്കാല നടത്തുന്നതിന് വേണ്ടി സജ്ജീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ എല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്.
പൊങ്കാല മഹോത്സവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാ ഭക്തജനങ്ങളിലും എത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തിനുള്ളിലും പുറമേയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റായ www.aattukal.org വഴി പൊങ്കാല ദിവസത്തെ എല്ലാ ചടങ്ങുകളും നേരിട്ട് വീക്ഷിക്കാവുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിൽ പൊങ്കാല ദിനത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കുചേർന്ന് ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഒരു ആകാശ കാഴ്ചയാണ്. ക്യാമറ ഘടിപ്പിച്ച ചെറുവിമാനങ്ങൾ നൽകുന്ന കാഴ്ചകൾ പെടുന്നതെല്ലാം ക്ഷേത്ര പരിസരത്തു നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഭണ്ഡാരടുപ്പിന് ചുറ്റും കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് വിദൂര കാഴ്ചയെ കാണാം. അമ്മയെ ഒരു നോക്ക് ദർശിക്കുവാനായി തിങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കയറുന്ന ഭക്തജനങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ പൊങ്കാല നൈവേദ്യം തയ്യാറാക്കി വച്ചതിന് ശേഷം ദേവിയെ അമ്മയെ ഒരു നോക്ക് കാണുവാനായി എത്തിയിരിക്കുകയാണ്. ശാരീരിക ക്ഷീണം ഒട്ടും തന്നെ ഏശിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. അമ്മയുടെ ഒരു ശില്പമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗോപുരത്തിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇത് കമാനമാണ്, മുന്നിലുള്ള കമാനം. ഇതാണ് തിരളി. അതെ, തിരളി തയ്യാറായി കഴിഞ്ഞു. അമ്മയ്ക്ക് നേദിക്കുവാനായി തയ്യാറായി കഴിഞ്ഞു. ഏകദേശം തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, എല്ലാം ഒരുക്കി തയ്യാറായി. ഇനിയിപ്പോൾ അമ്മയെ കാണുവാൻ ദർശിക്കുവാനായി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ. ഇനിയിപ്പോൾ വളരെയധികം തിരക്ക് അമ്പലത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെയധികം മനോഹരമായിട്ടുള്ള അലങ്കരിച്ച ആ ഒരു ക്ഷേത്ര ഗോപുരമാണ്. കഥകൾ കൊത്തിവച്ചിരിക്കുന്ന ഗോപുരം. കേരളീയവും തമിഴ് ശൈലികളുമായിട്ടുള്ള രണ്ട് പാരമ്പര്യങ്ങൾ ഒന്നിച്ചു ചേരുകയാണ് ഇവിടെ. മലയാളത്തിൻ്റെ മാത്രം തനത് പാരമ്പര്യമാണോ എന്ന് അല്ല, തമിഴിൻ്റെ ആണോ അല്ല, രണ്ടും ചേർന്നുള്ള മനോഹരമായ ഒരു സങ്കല്പമാണ് ഇവിടെയുള്ളത്, ഒരു ശൈലിയാണ് ഇവിടെയുള്ളത്. ഈ മഹിഷാസുരമർദിനി, ഭദ്രകാളി, രാജരാജേശ്വരി, ശ്രീപാർവതി, പരമശിവൻ, പിന്നെ അവരുടെ ശിവകുടുംബം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളും ഒത്തുചേർന്നാണ് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നതൊക്കെ. ഗോപുരത്തിൻ്റെ ദൃശ്യത്തോടൊപ്പം തന്നെ ഇടയ്ക്ക് നമുക്ക് ഭഗവതിക്ക് നേദിച്ചു വെച്ചിരിക്കുന്ന, തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ഡപ്പുറ്റിൻ്റെ ദൃശ്യവും കണ്ടു. ഇവിടെ ഇപ്പോൾ അമ്മയുടെ ദർശനം കഴിഞ്ഞ് പ്രസാദം സ്വീകരിക്കുന്ന ഭക്തജനങ്ങളെയും കാണുന്നുണ്ട് നമ്മൾ. ഇത്രയും തിരക്ക് ഏറിയ ദിവസങ്ങളിൽ പോലും എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ പ്രസാദവും ഊട്ടനും എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തു തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സുരക്ഷയും, ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരിയാണ്. ഏതാണ്ട് 3500ഓളം പോലീസുകാരെയാണ് ഇത്തവണ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല, പുറത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആംഡ് റിസർവ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, അങ്ങനെയുള്ള ക്യാമ്പുകളിൽ നിന്നൊക്കെ ആയിട്ട് പോലീസുകാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സമാധാനമായിട്ട് ഭക്തർക്ക് ഈ പൊങ്കാല, ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്തവണത്തെ ഒരു സവിശേഷത ഇവിടുത്തെ വനിതാ പോലീസിൻ്റെ സാന്നിധ്യമാണ്. വളരെ വലിയ ഒരു സംഘം വനിതാ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. നമുക്ക് കാണുവാൻ സാധിച്ചു. വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരികളെ വിന്യസിച്ചിരിക്കുകയാണ്. വളരെയധികം കൃത്യമായിട്ടുള്ള ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. വനിതാ യൂണിറ്റുകളിൽ നിന്ന് മാത്രമല്ല, വനിതാ കമാൻഡോ യൂണിറ്റുകളുള്ള വനിതാ കമാൻഡോകളും ഇവിടെ കൂടുതൽ പോലീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന അകത്തുള്ള ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് പോലും പോലീസുകാർ വളരെ സമാധാനത്തോടെ, സൗഹൃദത്തോടെ, ജനമൈത്രി എന്നൊക്കെ പറയുന്ന പോലെ സമാധാനത്തോടെ, കഴിയുന്നത്ര സൗകര്യം ഭക്തർക്ക് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം. കാര്യം അവരുടെ അസൗകര്യം കഴിയുന്നത്രയും കുറയ്ക്കുക. കാര്യം ഈ തിരക്കിൽ, ഇത്രയും അഭൂതപൂർവമായ തിരക്കിൽ സൗകര്യങ്ങൾ വളരെയധികം പരിമിതമായിരിക്കും. എന്നാലും അവർക്ക് കഴിയുന്നത്ര സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭക്തയുടെ പൊങ്കാല നൈവേദ്യം തയ്യാറായി അത് മൂടിവെച്ച കാഴ്ചയാണ്. ആ ആത്മസംതൃപ്തി ഇപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മയെ ദർശിക്കുവാനായിട്ട് അവർ പോകുന്നതായിരിക്കും. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും ഗോപുര ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ്ടും സുരക്ഷയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനു മുൻപ് ഒരു നിമിഷം. ഇരുപതാം തീയതിയാണ് 10-15 പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത്. 2-15 ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന ശാന്തിക്കാർ പൊങ്കാലകൾ
ഈ ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന പൊങ്കാലകൾക്ക് 250ഓളം ശാന്തിക്കാരെ ഉപയോഗിച്ച് അവരുടെ പൊങ്കാലകൾ നേദിച്ച് ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. 2:15 കഴിയുമ്പം പൊങ്കാലക്കാർ നിവേദ്യവുമായി അവരുടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവും. അത് അന്ന് പൊങ്കാല ദിവസം രാത്രി 7:45 കുത്തിയോട്ട വ്രതം നോറ്റ് ഇവിടെ ക്ഷേത്ര പ്രാർത്ഥനാ മണ്ഡപത്തിൽ കഴിയുന്ന കുട്ടികൾ പുതുവസ്ത്രങ്ങളും ആടാഭരണങ്ങളും കിരീടവും അണിയിച്ച് എല്ലാ മേക്കപ്പുകളും ചെയ്ത് ചൂരൽ കുത്തെന്നുള്ള ഒരു ചടങ്ങ് ആരംഭിക്കും. വളരെ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് ആറ്റുകാലമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ്. ഈ മറ്റു ഒരു ക്ഷേത്രത്തിലും ലോകത്ത് ഒരിടത്തും ഇത്രയും ബാലന്മാർ ഈ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വേഷഭൂഷാദികളോടുകൂടി ഒരു ദേവനെയോ ദേവിയെയോ അകമ്പടി സേവിക്കുന്ന ഒരു കാഴ്ച ലോകത്ത് ഒരിടത്തുമില്ല. അത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ്. പൊങ്കാല നൈവേദ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം, ഇത്രയും അധികം കുംഭച്ചൂടിൽ ഇത്രയും അധികം ആളുകൾ തിങ്ങി നിന്ന് പൊങ്കാല തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധയോ അത്തരത്തിലുള്ള എന്തെങ്കിലും വൈഷമ്യങ്ങൾ നേരിടാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഇത്തവണ വിപുലമായി നടത്തിയിരിക്കുകയാണ്. ശരിയാണ്. സർവദാഹക ശക്തിയുള്ള, എന്തിനേയും ദഹിപ്പിക്കാൻ കഴിയുന്ന, എന്തിനേയും ചുട്ട് വെണ്ണീറാക്കാൻ കഴിവുള്ള അഗ്നിയെ മുൻനിർത്തിയാണ് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സൂക്ഷിക്കാനും നമ്മുടെ സർക്കാരിൻ്റെ അഗ്നിശമന വകുപ്പ്, അഗ്നിശമന സുരക്ഷാ വകുപ്പ് എന്നാണ് പറഞ്ഞപ്പോൾ ആ വകുപ്പ് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 100 മീറ്റർ ഇടവിട്ട് ഈ പരിസരത്ത് 100 മീറ്റർ ഇടവിട്ട് 100 അഗ്നിശമന യന്ത്രങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് പൊങ്കാല ഇടുന്നിടത്തെല്ലാം അഗ്നിശമന സേനയുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തിയിട്ടുമുണ്ട്. 5 ബൈക്കുകളിലായിട്ട് അഗ്നിശമന സേനാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ റോന്ത് ചുറ്റാൻ തയ്യാറായി നിൽക്കുകയാണ്. കഴിയുന്നിടത്തെല്ലാം അവർ വണ്ടി ഓടിച്ചെത്തുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ എപ്പോൾ വേണോ വിളിക്കാം, അവരവിടെ എത്തും. അതുകൊണ്ടും തീർന്നില്ല, അവർ ഈ ജലബാഷ്പം കൊണ്ട് മൂടൽമഞ്ഞ് പോലെ സൃഷ്ടിക്കാൻ കഴിവുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ കരുതിയിട്ടാണ്, സിലിണ്ടറുകൾ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള മിനി മിസ്റ്റ് വാട്ടർ ടെൻഡർ എന്ന് പറയാൻ, ഈ വെള്ളം അതിശക്തിയിൽ ചീറ്റിച്ച് ബാഷ്പ കണങ്ങളാക്കി മാറ്റിയിട്ട് അതുകൊണ്ട് മൂടൽമഞ്ഞ് പോലെ തീ കെടുത്താൻ കഴിവുള്ള ആ സിലിണ്ടറുകൾ, അങ്ങനെയുള്ള 10 എണ്ണമാണ് ഇവിടെ കരുതിയിരിക്കുന്നത്. അല്ലാതെ സാധാരണഗതിയിലുള്ള അഗ്നിശമന ഉപകരണങ്ങൾ 20 എണ്ണം കരുതിയിട്ടുണ്ട്. വെള്ളം ചീറ്റാൻ അതിശക്തിയിൽ വെള്ളം ചീറ്റാനുള്ള 20 എണ്ണം കരുതിയിട്ടുണ്ട്. 2 അഗ്നിശമന സേനാ യൂണിറ്റുകൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറായിട്ട്. ഭക്തജനങ്ങളുടെ വലിയൊരു നിരയാണ്, നീണ്ട ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ദേവിയെ ഒരു നോക്ക് ദർശിക്കുവാനായി, കൈകൂപ്പി വണങ്ങുവാനായി നിരനിരയായി കടന്നു വരുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ദിവസം ദേവിയെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാപുണ്യമായ കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് അവർ ദീർഘനാളത്തെ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. പോരാതെ ഇന്നത്തെ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപവാസ സമയത്ത് തന്നെ ചില ഭക്തജനങ്ങളെങ്കിലും ചിലപ്പോൾ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ നേരിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും തളർന്നു വീഴുന്ന ചുരുക്കം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ വേണ്ട ശുശ്രൂഷ നൽകുവാനുള്ള സജ്ജീകരണങ്ങളും ഭക്തജനങ്ങൾക്ക് നോക്കുവാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷാ വകുപ്പ്, ആരോഗ്യ സംരക്ഷണ വകുപ്പ് അവരുടെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അവരുടെ ആംബുലൻസുകൾ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതെ, എല്ലാത്തരം സജ്ജീകരണങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങൾക്ക് എത്തിക്കത്തക്ക രീതിയിൽ അവിടെ എവിടെയായി സ്ഥാപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഭക്തരെങ്കിലും പൊങ്കാല തിളച്ചു കഴിഞ്ഞാലുടൻ അവരുടെ ഉപവാസം അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഭക്തർക്ക് അവിടെ എവിടെയായി ഭക്ഷണം എത്തിക്കുവാനുള്ള സൗകര്യം റെസിഡൻസ് അസോസിയേഷനുകളായാലും സന്നദ്ധ സംഘടനകളായാലും എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തവണ വിവിധ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നായി ഏതാണ്ട് 1000 വോളണ്ടിയർമാരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്, ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭക്ഷണം നൽകുന്നവരൊക്കെയും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മുൻകാലം കൂട്ടി തന്നെ മുൻപേ തന്നെ ഇതിനുള്ള രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണെന്നുള്ളതും ഇത്തവണ വളരെ കർശനമായി തന്നെ അത് പാലിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ടുപേരും കൂടെ ചേർന്ന് കൂട്ടായ്മയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും, വെള്ളമാണല്ലോ ഏറ്റവും അധികം അത്യാവശ്യവും പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ ജല അതോറിറ്റി അതിനുള്ള എല്ലാ
ഒരുക്കങ്ങളും നടത്തിയിരുന്നു. നാളുകൾക്ക് മുൻപ് തന്നെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം 1200-ലേറെ അധിക പൈപ്പുകൾ സ്ഥാപിക്കുകയും ഭക്തജനങ്ങൾക്ക് കുളിക്കുവാനും മറ്റുമുള്ള ഷവറുകളെല്ലാം തന്നെ അതത് സ്ഥലങ്ങളിൽ ഒരുക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഇത്തവണത്തെ പൊങ്കാല വളരെയധികം ഭംഗിയായി വളരെയധികം ഭക്തിയോടുകൂടി തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവരെല്ലാം തന്നെ പൊങ്കാലയെ അർപ്പിച്ച് അമ്മയെ കാണുവാനായി കാത്ത് നിൽക്കുന്നവരാണ് കാണുന്നത്. ഏതാണ്ട് എല്ലാവരും പൊങ്കാല ഇട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതെ അതെ, ബഹുഭൂരിപക്ഷവും ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. 10:15 പണ്ടാര അടുപ്പിൽ തീ കൊളുത്തി ഇപ്പോൾ 11:30 ആകുന്ന ഈ സമയത്ത് പൊങ്കാല എല്ലാം തന്നെ നൈവേദ്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അവർക്ക് അമ്മയെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹമാണ്. എത്ര ദൂരത്ത് നിന്നായാലും നഗരത്തിന്റെ ക്ഷേത്ര പരിസരത്ത് നിന്നും 3-4 കിലോമീറ്റർ താണ്ടിയാണ് ഇവർ അമ്മയെ കാണുവാനായി എത്തുന്നത്. ചിലരോടൊപ്പം തന്നെ നമുക്ക് താലപ്പൊലി ബാലികമാരെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. വെയിലത്തിരുന്ന് പൊങ്കാലയിട്ട് വെയിലത്ത് നടന്ന് ക്ഷേത്രത്തിലേക്ക് വന്ന് വെയിൽ കൊണ്ട് കാത്തു നിന്ന് അമ്മയെ തൊഴുത് തിരിച്ച് വെയിലത്ത് നടന്ന് തിരിച്ചു പോകുന്ന ഇതും ഒരു ആനന്ദമാണ്. ശരിക്കും ഇതും ഒരു ആനന്ദമാണ്. ഈ വെയിലൊക്കെ ഇപ്പോൾ അവർക്ക് മഞ്ഞായിട്ടായിരിക്കാം അനുഭവപ്പെടുന്നത് തന്നെ. അത്രയ്ക്കും ആത്മസമർപ്പണമാണ് നമുക്ക് ഇന്നത്തെ ദിവസം കാണുവാൻ സാധിക്കുക. ഇപ്പോൾ മണ്ടപ്പുറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തയാണ് നമ്മൾ കാണുന്നത്. ശിരോരോഗങ്ങൾ അകറ്റുവാൻ അമ്മയ്ക്ക് നേരുന്ന നേർച്ചയാണ് മണ്ടപ്പുറ്റ് എന്നാണ് സങ്കല്പം. അതിപ്പോൾ വളരെ മനോഹരമായി എത്ര തന്നെ നേദിച്ചാലും എത്ര തന്നെ ഒരുക്കിയാലും മതിവരാത്ത ഭക്തജനങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുക്കി മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ സ്പർശിക്കുന്ന ചില ആകാശ കാഴ്ചകളാണിനി. തീർച്ചയായും വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. ആകാശത്തു നിന്ന് കാണുന്ന ദൃശ്യം നോക്കുമ്പോൾ കുഞ്ഞു ഉറുമ്പുകൾ നീങ്ങുന്നത് പോലെ, ഭക്ഷണവും കൊണ്ട് കുഞ്ഞു ഉറുമ്പുകൾ നീങ്ങുന്നത് പോലെയാണ് ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള അതെ അതെ അമ്പലത്തിൽ നിന്നും ഏകദേശം 3-4 കിലോമീറ്റർ മാറിയുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നും 3-4 കിലോമീറ്റർ മാറി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഭക്തരെല്ലാം തന്നെ അമ്മയ്ക്കുള്ള പൊങ്കാല തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു ഈ ആകാശ കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം. നഗരത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തി. ഇത് അട്ടക്കുളങ്ങര പ്രദേശമാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആറ്റുകാലേക്ക് പോകുന്ന വഴിക്കുള്ള അട്ടക്കുളങ്ങര എന്ന പ്രദേശമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും തന്നെ ഒരുമിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ എവിടെയായി സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്ന സുരക്ഷാ വാഹനങ്ങളും എല്ലാം തന്നെ ദൃശ്യത്തിൽ വരുന്നുണ്ട്. ഈ കൊടും വേനലിലും അവിടെ എവിടെയായിട്ടുള്ള സംഘടനകളെല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യത്തിലൂടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ മനുഷ്യർ കാണിക്കുന്ന ഒരു ആത്മസംയമനമാണ്, അച്ചടക്കവും ആത്മസംയമനമാണ്. ഇവിടെ പോലീസുകാരുടെ വലിയ പടയില്ല. ഇവിടെ ആരും ഒരു കാര്യങ്ങൾ പറഞ്ഞ് ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ഇല്ല. എല്ലാവരുടെയും ഭാഗമായി കൂടുകയാണ്. സമൂഹത്തിന്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ച് നിലനിൽക്കുകയാണ്. വീണ്ടും ദേവിയുടെ തിരുനടയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ക്ഷേത്ര പരിസരം തന്നെ എല്ലാം തന്നെ ഭക്തജനങ്ങൾ തിങ്ങി നിരനിരയായി അമ്മയെ ഒരു നോക്ക് കാണുവാനായിട്ട് കടന്നു വരുന്ന താലപ്പൊലി ബാലികയുടെ പ്രസാദം വാങ്ങുന്ന താലപ്പൊലി ബാലികയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. താലപ്പൊലി ബാലികമാരെ കുറിച്ച് പറയുമ്പോൾ ദേവിയുടെ അനുഗ്രഹം വാങ്ങുവാനായി ദേവി ഐശ്വര്യം നൽകും. കാര്യം ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ച് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്ക് ഭാവിയിൽ അവൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. അതിനു വേണ്ടിയിട്ടെത്തുന്ന താലപ്പൊലി ബാലികമാരെയാണ് നമ്മൾ കണ്ടത്. വീണ്ടും ആകാശ ദൃശ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും സ്ത്രീ പുരുഷൻ എല്ലാം തന്നെ ഒന്നായിട്ട് അമ്മയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ യാതൊരു വ്യത്യാസവുമില്ല. അവിടെ എല്ലാം തന്നെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ ഹരിതാപ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മരത്തണലിൽ പെരുമാറ്റച്ചട്ടം പ്രകൃതി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. തീർച്ചയായും നമ്മളെല്ലാം കാണുന്നത് ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ പൊങ്കാല അർപ്പിക്കുവാൻ ഏതെങ്കിലും മരച്ചോട്ടിലോ അല്ലെങ്കിൽ തണൽ നോക്കി നടന്ന് അടുപ്പ് കൂട്ടുവാനാണ് ഭക്തജനങ്ങൾ ഏറെയും ശ്രദ്ധിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യം അനുസരിച്ച് പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തജനങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും പേർക്ക് മടങ്ങി പോകണ്ടേ? തീർച്ചയായും വളരെ അകലെ നിന്ന് എത്തിയിരിക്കുന്നത് പോലും ഉണ്ടാവും കൂട്ടത്തില്. അവർക്ക് മടങ്ങി പോകണ്ടേ? കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് പൊങ്കാല അർപ്പിക്കുവാനായി. അപ്പോൾ അവർക്ക് വേണ്ടുന്ന യാത്രാ സജ്ജീകരണങ്ങളും വളരെ വിപുലമായിട്ടാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ റെയിൽവേയും KSRTCയും ഒരുപോലെ തന്നെ താല്പര്യമെടുത്തിട്ടുണ്ട്. റെയിൽവേയുടെ കാര്യത്തിലാണ് എങ്കിൽ ഇവർക്കൊക്കെ മടങ്ങിപ്പോകാനായി ഈ നിൽക്കുന്ന ഭക്തരൊക്കെ നിശ്ചയമായും അകലെ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇവരെല്ലാം തന്നെ ഈ ദർശനം കഴിഞ്ഞ് വീണ്ടും പൊങ്കാല അർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേക തീവണ്ടികളടക്കം ഒട്ടേറെ ക്രമീകരണങ്ങളാണ് റെയിൽവേ ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നവരൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ് എന്ന് വിചാരിക്കുക. ഇതിന് ഭൂരിഭാഗവും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാണ് വിചാരിക്കുക. എന്നാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം സെൻട്രൽ റെയിൽവേയിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ
ഒരു കൺട്രോൾ റൂം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും തിരിച്ചു വരാം, മടങ്ങി വരാം. അഗ്നിശമന സേന ആവശ്യപ്പെട്ടിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളെല്ലാം ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ചെലവിൽ തന്നെ ഇവിടെ വാങ്ങിച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ത് അത്യാവശ്യ ഘട്ടവും നേരിടാൻ ഞങ്ങൾ ക്ഷേത്രം തയ്യാറാണ്. അതിൻ്റെ ട്രെയിനിങ്ങും എല്ലാ ജീവനക്കാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റെയിൽവേയുടെ കാര്യമാണ്. റെയിൽവേ സ്റ്റേഷനിലെ കൺട്രോൾ റൂമും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെയാണ്. ഭക്തജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോയ വർഷങ്ങളെക്കാട്ടിലും മികച്ച സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേക ബസ്സുകൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേക ബസ്സുകൾ KSRTCയുടെ ട്രെയിനിന്റെ കാര്യം പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഇവരെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിഭീമമായ തിക്കും തിരക്കുമുണ്ടാവാം. അവിടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമൂഹ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കയറുന്നു വരാം. എന്ത് ചെയ്യും? അതിനുവേണ്ടി പ്രത്യേകം ക്യാമറകൾ 10-20 ക്യാമറകളോളം ഇത്തവണ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥരെ കൂടെ നിയമിച്ചിട്ടുണ്ട്. പ്രത്യേക ടിക്കറ്റ് കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 300ഓളം റെയിൽവേ സംരക്ഷണ സേനാ ഉദ്യോഗസ്ഥരെ, പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരെ പ്രത്യേക ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 100 പേർ വനിതാ പോലീസുകാരാണ് എടുത്ത് പറയണം. ഈ മേൽപ്പാലങ്ങളിൽ, റെയിലിലെ മേൽപ്പാലങ്ങളുണ്ടല്ലോ, ആ മേൽപ്പാലങ്ങളിലൊക്കെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ മേൽപ്പാലങ്ങളുണ്ട് റെയിൽവേയിലും. പൊങ്കാല ദിവസം, ഇന്നത്തെ ദിവസം തിരക്ക് ഒഴിവാക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലങ്ങളിൽ 1 വേ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ കൊല്ലം ഭാഗത്തുള്ള ട്രെയിനുകളുണ്ട്, നാഗർകോവിൽ ഭാഗത്തുള്ള ട്രെയിനുകളുണ്ട്. 2-3 പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ നാഗർകോവിൽ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുക. 1, 4, 5 പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൊല്ലത്തേക്കുള്ളതും. തീർച്ചയായും ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരേ പ്ലാറ്റ്ഫോമിന്റെ 2 വശങ്ങളാണ് 2ഉം 3ഉം. അതുകൊണ്ട് അങ്ങനെ വളരെ സൗകര്യമായിട്ടാണ് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഏതാണ്ട് എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുകയും ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് 3.5 മണിക്കൂർ ട്രെയിൻ പുറപ്പെടും. അത് 5.5 മണിക്കാണ് കൊല്ലത്ത് ചേരുക. അതിന് തൊട്ട് പിന്നാലെ 4:15 ഒരു ട്രെയിൻ കൂടെ പുറപ്പെടും. അത് 6:15 അവിടെ എത്തിച്ചേരും. 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. പേട്ട, കൊച്ചുവേളി, വേളി, കഴക്കൂട്ടം, കണിയാപുരം, മുരുക്കുംപുഴ, പെരുങ്ങുഴി, ചിറയൻകീഴ്, കടക്കാവൂർ, അകത്തുമുറി, വർക്കല, എടവ, കാപ്പിൽ, പരവൂർ, മൈനാട്, എരവൂർ എന്നിങ്ങനെ എല്ലാ സ്റ്റേഷനുകളിലും ഈ ട്രെയിനുകൾ നിർത്തുകയും ചെയ്യും. ഇനി നാഗർകോവിൽ ഭാഗത്തേക്കാണെങ്കിൽ വളരെ രസകരമായ ഒരു വസ്തുതയുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് വൈകുന്നേരം 5:10 പുറപ്പെടേണ്ട നാഗർകോവിൽ ട്രെയിൻ 56-315 നമ്പർ, ആ ട്രെയിൻ ഇത്തവണ 3 മണിക്ക് പുറപ്പെടും. 2:15 പൊങ്കാല നേദിച്ചാൽ അവിടെ ആ സമയം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ട്രെയിനിൽ നാഗർകോവിലേക്ക് ഭാഗത്തേക്ക് പോകാനുള്ള ഗതിയിൽ 3 മണി പുറപ്പെടും. അപ്പോൾ പിന്നെ 5:15 ട്രെയിൻ എന്ത് ചെയ്യും? 5:15 ട്രെയിൻ ചെയ്യും. അതുകൊണ്ട് അത് വൈകുന്നേരം 4:30 മണിക്ക് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് 5:15 തിരുവനന്തപുരത്ത് പുറപ്പെട്ട് നാഗർകോവിലേക്ക് പോകും. വീണ്ടും അതിമനോഹരം ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയായി നദി ഒഴുകുന്നത് പോലെ, ഒരു ആറ് ഒഴുകുന്നത് പോലെ, ശരിക്കും കിള്ളിയാർ ഇവിടെ പുനർജനിച്ചു പോയി എന്ന് തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭക്തജനങ്ങൾ ഒഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. പൊങ്കാല അർപ്പിച്ചതിന് ശേഷം നേദ്യമായിട്ടില്ല, നേദ്യത്തിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും പൊങ്കാല തയ്യാറാക്കി വെച്ചതിന് ശേഷം ദേവിയെ ഒരു നോക്ക് കാണുവാനുള്ള ഭക്തജനങ്ങളെയാണ് നമ്മൾ ഈ ആകാശ ദൃശ്യത്തിൽ കാണുന്നത്. വളരെയധികം കടുകുമണി പോലെ വിവിധ വർണ്ണങ്ങളിൽ മനോഹരമായ ആ ഒരു ദൃശ്യം കഴിഞ്ഞ് വീണ്ടും ദേവിയെ ദർശിക്കുവാനുള്ള ആ ഒരു നിരനിരയായി പോകുന്ന കാഴ്ചയാണ്. വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് സേന ഇത്തവണ കൈവരിച്ചിരിക്കുന്നത്, കാഴ്ചവെക്കുന്നത്. ഈ ആകാശ കാഴ്ചകൾ കാണുമ്പോൾ മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നൂടെ നമ്മൾ ഓർത്തു പോകുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഉറുമ്പുകളെ കാണുന്ന പോലെയുള്ളൂ വേറെ എവിടെയൊന്നും നോക്കുന്നവർക്ക് നമ്മളെ കാണുമ്പോൾ തോന്നുക എന്ന് ഓർക്കണം. അത്ര നിസ്സാരനാണ് മനുഷ്യൻ. ആ മനുഷ്യനാണ് അഹങ്കാരം മൂത്ത് എന്തും ചെയ്യാൻ മടിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അമ്മയുടെ മുന്നിൽ എത്തുമ്പോൾ ആ അഹംഭാവവും അഹന്തതയും ഒക്കെ തന്നെ ശമിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തോടെ ആത്മസമർപ്പണമാണ് നമ്മൾ കാണുന്നുണ്ട്. ബാലികാ ബാലന്മാരെല്ലാം തന്നെ ആവേശത്തോടു കൂടി ദേവിയെ ദർശിക്കുവാനായി. എന്തോ പ്രായമുള്ള ഒരു അമ്മയാണ്, പക്ഷേ എത്ര കാര്യമായിട്ടാണ് തൊപ്പിയൊക്കെ വെച്ച് വിശേഷയൊക്കെ വീശി വെയിലത്ത് തന്നെ നിൽക്കുന്നത്. വളരെ ഊർജ്ജസ്വലയായിട്ടാണ് നമ്മൾ ഭക്തജനങ്ങളെ കാണുന്നത്. രസിച്ചു നിൽക്കുകയാണ്. അതെ, തീർച്ചയായും ഇനി അമ്മയെ ഒരു നോക്ക് കാണുവാനുള്ള തത്രപ്പാടിൽ
സന്തോഷത്തിലാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന അന്നദാനത്തിൽ പങ്കെടുക്കുവാനുള്ള തിരക്കും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭക്തജനങ്ങളെല്ലാം തന്നെ ദേവിയെ ദർശിച്ചതിന് ശേഷം അന്നദാനം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവർക്കവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുള്ള സജ്ജീകരണമെല്ലാം തന്നെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും നഗരത്തിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്കാണ്, ആകാശ കാഴ്ചയിലേക്കാണ്. യാത്രയെക്കുറിച്ച് ഓർത്തു പോവുകയാണ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. നേരത്തെ നമ്മൾ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇനി ബസ്സിനുമുണ്ട് പ്രശ്നം. ബസ്സിൻ്റെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യർ വന്ന് ചേരുമ്പോൾ എങ്ങനെ പോകും? ട്രെയിനിനാണെങ്കിൽ ഒന്നുമില്ല, നിയതമായ ഒരു വഴിയുണ്ട്, ഒരു റെയിൽ പാളം, റെയിൽ ലൈനുണ്ട്, അതിലൂടെ പോകാം, ആരും ശല്യപ്പെടുത്താനില്ല. പക്ഷേ ബസ്സുകൾ അങ്ങനെയല്ല, കൂട്ടമായ ബസ്സുകൾ ജനസാഗരത്തിന്റെ ഇടയിൽ കൂടി അരിച്ചു നീങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലായി പോകും. അതുകൊണ്ട് KSRTC വളരെ സമർത്ഥമായി ഇത്തവണ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് വിവിധ റൂട്ടുകളിലേക്കുള്ള ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം കൂടെ തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നോ കിഴക്കേക്കോട്ടയിലെ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നോ അല്ല പുറപ്പെടുന്നത്. ഭക്തജനങ്ങൾ എവിടെയാണോ സൗകര്യമായിട്ട് നിൽക്കുന്നത് അവിടെ നിന്നും അവർക്ക് പോകുവാനുള്ള സൗകര്യം കൂടി KSRTC ഇത്തവണ ചെയ്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഇപ്പൊ പൂവാർ വിഴിഞ്ഞം ഭാഗത്തേക്കുള്ള ബസ്സുകൾ കമലേശ്വരം സ്കൂളിന് സമീപത്താണ് പുറപ്പെടുക. ആറ്റുകാലിന് സമീപത്താണ് കമലേശ്വരം, അവിടെ നിന്നാണ് പൂവാർ വിഴിഞ്ഞം ഭാഗത്തേക്കുള്ള. അതുപോലെ തന്നെയാണ് പേട്ട, കണ്ണമൂല, കേശവദാസപുരം ബസ്സുകൾ ഫോർട്ട് സ്കൂളിന്റെ സമീപത്ത് നിന്നും പുറപ്പെടുന്നതാണ്. അതെ, തിരുമല, ജഗതി, പാങ്ങോട്, നെയ്യാറ്റിൻകര എന്നീ റൂട്ടുകളിലെ ബസ്സുകൾ കിള്ളിപ്പാലം, കരമന റോഡിൽ നിന്നാണ്. ഇവിടെ നിന്ന് ബണ്ട് റോഡ് വഴി കിള്ളിപ്പാലത്ത്, ആറ്റുകാലിൽ നിന്ന് ബണ്ട് റോഡ് വഴി കിള്ളിപ്പാലത്തിന് വളരെ എളുപ്പമാണ്. ആ ഭാഗത്ത് ഭക്തജനങ്ങളെ കാത്തുകിടക്കുന്നു. തിരുമല, ജഗതി, പാങ്ങോട്, നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ. അതെ, കിളിമാനൂർ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കാട്ടാക്കട ബസ്സുകൾ സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണ് പുറപ്പെടുന്നത്. തന്നെയാണ്, വ്യത്യാസമില്ല. വട്ടിയൂർക്കാവ്, പേരൂർക്കട ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ കിഴക്കേക്കോട്ട സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ പുറപ്പെടുകയും ചെയ്യും സാധാരണ പോലെ. ബസ്സുകളൊക്കെ തന്നെ ക്രമീകരിക്കുന്നതിനായി കമലേശ്വരം, ഫോർട്ട്, കിള്ളിപ്പാലം, കരമന, കിഴക്കേക്കോട്ട, സെൻട്രൽ, മരുതൂർക്കടവ്, ബേക്കറി, വഴുതക്കാട്, വെള്ളയമ്പലം, ഈഞ്ചക്കൽ, PMG എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായി ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെന്ന് അവർക്ക് യുക്തമായ തീരുമാനമെടുക്കാം എന്ന നിർദ്ദേശമുണ്ട്. ആളുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ബസ്സുകളുടെ എണ്ണം കൂട്ടാൻ അവർക്ക് അധികാരവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, പൊങ്കാല കഴിഞ്ഞ ഉടൻ കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, പത്തനംതിട്ട, കായംകുളം, ഹരിപ്പാട്, കുളത്തൂപ്പുഴ, കൊന്നി പ്രദേശങ്ങളിലേക്കൊക്കെ പ്രത്യേകം ബസ്സുകൾ, സ്പെഷ്യൽ ബസ്സുകൾ പോവുകയും ചെയ്യും. മനോഹരമായ ആകാശ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിവിധ വർണ്ണങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭക്തരെല്ലാം തന്നെ അമ്മയ്ക്ക് പൊങ്കാല നൈവേദ്യം തയ്യാറാക്കി വെച്ച് കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഇനി. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ തിരിച്ചു മടക്കയാത്രയുടെ തയ്യാറെടുപ്പുകളും കൂടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏവരും. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും ടാക്സിയും ഒക്കെ കാത്തുകിടക്കുകയാണ്. തീർച്ചയായും ലാഭേച്ഛ ഒട്ടും തന്നെ ഇല്ലാതെ ഇന്ന് എല്ലാവരും തന്നെ തുല്യരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായവും എല്ലാ രീതിയിലും ഇവർക്ക് കിട്ടുവാനായിട്ട് അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെ ഓട്ടോറിക്ഷയും ടാക്സിയും എല്ലാം തന്നെ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. പൊങ്കാല നൈവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എത്രയും സുരക്ഷിതരായി സമാധാനത്തോടു കൂടി വീടുകളിൽ തിരിച്ചെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും. സൗജന്യ ഓട്ടോറിക്ഷയുടെ കാര്യം എടുത്തു പറയണം. തീർച്ചയായും ഇവർക്കെല്ലാം തന്നെ ഇന്നത്തെ ദിവസം തീർത്തും സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ ലാഭേച്ഛ തീരെയും ഇല്ലാതെ തന്നെയാണ് അവരുടെ പ്രവർത്തനവും. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ സ്ത്രീകളുടെ ശബരിമലയാണ്, സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കുന്നതെന്നൊക്കെ മാറി എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ഇവിടെ ഇന്ന് കാണുവാൻ സാധിക്കുന്നത് തന്നെ. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ വാത്സല്യ പൂന്തേൻ ചുരത്തുന്ന അമ്മയാണ് ആറ്റുകാലമ്മ. തൻ്റെ മക്കൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു അമ്മ പൊറുക്കുന്നത് പോലെ തന്നെയാണ് ആറ്റുകാലമ്മയ്ക്ക് തൻ്റെ ഭക്തജനങ്ങളെല്ലാം തന്നെ. അമ്മ ഇവിടെ കുടികൊള്ളുന്നത് തന്നെ ഭക്തർക്ക് വരമരുളുവാനും അവരുടെ വിഷമങ്ങളും ആകുലതകളും അകറ്റുവാൻ വേണ്ടി തന്നെയാണ്. മുൻകാലങ്ങളിൽ ഇതൊരു കൊച്ചു കാവായിട്ടുള്ള ഒരു സങ്കല്പമായിരുന്നു, അതായിരുന്നു ഐതിഹ്യം എന്ന്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഈ ആറ്റുകാലിലെ പൊങ്കാലയുടെ പിന്നിൽ ചരിത്രവും ഐതിഹ്യവും ഒക്കെ മനോഹരമായിട്ടാണ് കെട്ടുപണഞ്ഞ് കിടക്കുന്നത്. ഈ ഒരു ഫലപുഷ്ടിയുടെ ഉത്സവമായിരുന്നു ആറ്റുകാല ഉത്സവം എന്ന് പറയുന്നത്. മലയാളിക്ക് എന്നല്ല, ലോകമാസകലം ഉർവരതാഘോഷം, ഫെർട്ടിലിറ്റി ഫെസ്റ്റിവൽ, ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ട ആഘോഷം സ്വാഭാവികമായിരുന്നു കാർഷിക സംസ്കൃതിയിൽ. ഒരു കർഷക കൂട്ടായ്മയുടെ കാലത്ത്, കർഷക സംസ്കാരത്തിൻ്റെ കാലത്ത് പൊതുവെ നദീതീരങ്ങളിലാണ് ആളുകൾ ജീവിച്ചിരുന്നത്. അതെ, ഇപ്പോഴും ആ ആകാശ കാഴ്ചയിൽ നമുക്ക് അങ്ങായി ആ പച്ചപ്പ് ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നുണ്ട്. കാണാൻ പറ്റും. ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ ഒരു നദിയുടെ ഒരു മട്ടാണ്, ഇപ്പൊ തന്നെ മട്ടാണ്. ഇതുപോലെ ധാരാളം നദികളുണ്ടായിരുന്നു ഒരു കാലത്ത്. നദീതീരങ്ങളിലായിരുന്നു കാർഷിക സംസ്കൃതിയിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾ ജീവിച്ചിരുന്നതൊക്കെ തന്നെ. ഇവിടെ കിള്ളിയാറിന്റെ തീരത്ത് അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, അനന്തപുരി എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശത്ത് കിള്ളിയാറിൻ്റെ
കിഴക്ക് വശത്തും കിഴക്കേക്കരയിലും പടിഞ്ഞാറേക്കരയിലും ധാരാളം പാടശേഖരങ്ങളുണ്ടായിരുന്നു. ഈ പാടശേഖരങ്ങൾക്ക് ഏല എന്നാണ്, ഇപ്പോഴും ഏല വികസന സമിതികൾ എന്ന് കേട്ടിട്ടുണ്ടാവില്ല, ഏല എന്നാണ് പറയുക. തിരുവനന്തപുരം തുടങ്ങുമ്പോൾ ഏതാണ്ട് ഉദയന്നൂർ, ഇപ്പോൾ ഉദയന്നൂരിലെ ക്ഷേത്രം ഉദയന്നൂർ, മരുതൻകുഴി എന്ന ഭാഗത്തൊരു ഉദയന്നൂർ, അത് കഴിഞ്ഞാൽ പിന്നെ ജഗതിയേല, ഉദയന്നൂരേല, മരുതൻകുഴിയേല, മരുതൻകുഴിയേല കഴിഞ്ഞ് ജഗതിയേല, കഴിഞ്ഞ് ആറന്നൂരേല, ഇത്രയും കിളിയാറിന് കിഴക്കേക്കരയിലാണ്. ഇവിടെയൊക്കെയും തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇതെല്ലാം മുടിപ്പുരകളായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതെ. അമ്പലത്തിന്റെ ഗോപുരത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദേവി കുത്തിയോട്ട ബാലന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദാരിക നിഗ്രഹത്തിനായി പുറപ്പെട്ട ദേവിയുടെ സൈന്യ വ്യൂഹത്തിൽപ്പെട്ടവരും 3 ശ്രീബലികളുള്ള മഹാക്ഷേത്രമാണ് ആറ്റുകാൽ. സാധാരണഗതിയിലുള്ള പോലെയെല്ലാം നിറ കണ്ണുകളോടെ അമ്മയെ നോക്കി തൊഴുതു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. തിക്കിലും തിരക്കിലും യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഇവർക്കിപ്പോൾ അനുഭവപ്പെടുന്നതായി നമുക്ക് കാണുന്നില്ല. എല്ലാം സഹിച്ച് എല്ലാം സഹിച്ച് ഇവർ കാത്തു നിൽക്കുന്ന ശിവേലി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉഷശിവേലിയും ഉച്ചശിവേലിയും സന്ധ്യാശിവേലി 3 ഉണ്ട്. ഇവിടെ 3 നേരങ്ങളിൽ ശിവേലി നടക്കുന്ന വിരളം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മഹാക്ഷേത്രമായി മാറും. അങ്ങനെ കൊടിമരവും ശിവേലിയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ക്ഷേത്രം മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പെടുകയാണ്. അങ്ങനെയുള്ള ഒരു മഹാക്ഷേത്രമായി മാറി കഴിഞ്ഞിരിക്കുന്നു ആറ്റുകാൽ. ഇപ്പോൾ തന്നെ ഇതായി നിൽക്കുന്നവരൊക്കെ ശ്രീബലി സമയത്ത് ശാന്തിക്കാരൻ കൊണ്ടുവരുന്ന നെഞ്ചോട് ചേർത്ത് ചുമന്ന് കൊണ്ടുവരുന്ന ദേവീ വിഗ്രഹം കണ്ടു തൊഴാനാണ്. അകത്ത് കയറി തൊഴുന്ന അതേ ഗുണമാണ് ഇതിന് സംഭവിക്കുക, അതേ പ്രയോജനമാണ് ഇപ്പോൾ ഉണ്ടാവുക. ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണുവാനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഉപദേവങ്ങളെയും കണ്ടു തൊഴുത് വണങ്ങുവാനായിട്ടാണ് ഭക്തജനങ്ങൾ തിങ്ങി തിങ്ങി നിരനിരയായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗണപതി, ശിവൻ, മാടൻ, നാഗർ എന്നിങ്ങനെ ഉപദേവതകൾ ഈ അതിനകത്തുണ്ട്, ക്ഷേത്രത്തിനകത്തുണ്ട്. ക്ഷേത്രത്തിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുംഭച്ചൂടിനെ അകറ്റി നിർത്തുവാനാണ് എല്ലാവരും തന്നെ തങ്ങളുടെ തലയിൽ കൂടി തോർത്തുമുണ്ട് ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഡ്രസ് കോഡ് തന്നെ വളരെ മനോഹരമാണ്. ഈ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മുടെ പടവന്മാർ കണ്ടുപിടിച്ച ഡ്രസ് കോഡാണിത്. തനതായ കേരള ശൈലിയിലുള്ള വസ്ത്രധാരണമാണ് ഈ ഒരു ദിവസം. വെള്ളമുണ്ട്, വെള്ള നേരിയത്, വെള്ളത്തോർത്ത്. ചൂടിനെ, സൂര്യന്റെ ചൂടിനെ അങ്ങേയറ്റം റിജക്റ്റ് ചെയ്യുന്ന, പുറത്തേക്ക് തള്ളിക്കളയുന്നതാണ്, സ്വീകരിക്കാതിരിക്കുന്ന ഒന്നാണ് ഈ വെള്ള നിറം. അതുകൊണ്ട് തന്നെ കറുത്ത വസ്ത്രത്തിന് പകരം വെളുത്ത വസ്ത്രം ധരിച്ച് വെളുത്ത വസ്ത്രം കൊണ്ട് മൂടി വരുന്ന ഈ ഒരു ഡ്രസ് കോഡ് തന്നെ നമ്മുടെ പഴവന്മാർ എന്തുമാത്രം സുചിന്തിതമായാണ് നമ്മുടെ ആചാരങ്ങൾ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇത് ഭക്തജനങ്ങൾക്ക് ശുദ്ധജലവും അവർക്ക് വേണ്ടിയിട്ടുള്ള അന്നദാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിലെത്തി അമ്മയെ ഒരു നോക്ക് കണ്ട് വണങ്ങി തിരിച്ച് അർപ്പിച്ച് പൊങ്കാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുവാനുള്ള ഓട്ടമാണ് നമ്മളിപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് പിടിച്ചുള്ള യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ താലപ്പൊലി ബാലികമാരുടെ വരവും നമ്മൾ കാണുന്നുണ്ട്. താലപ്പൊലി വായ്ക്കുരവയോടെയും ആർപ്പി വിളികളോടെയും താലപ്പൊലിയെ എതിരേൽക്കുകയാണ് ചെയ്യുന്നത്. താലം എന്നാൽ തട്ടം എന്നാണ് അർത്ഥം. തട്ടത്തിൽ പൂവ്, ദീപം, കരിക്ക്, പഴം എന്നിവയും ദേവിക്ക് ഇഷ്ടപ്പെട്ട മറ്റു ദ്രവ്യങ്ങളും നിരത്തിവെച്ച് 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളാണ് താലപ്പൊലി അണിയിച്ചൊരുക്കി വരുന്നത്. കയ്യിൽ താലപ്പൊലിയും ഏന്തി ദേവിയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് അഭീഷ്ട സിദ്ധിക്കായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. താലപ്പൊലി എടുക്കുന്ന പെൺകുട്ടികൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും സുമംഗലി ഭാവവും സൗന്ദര്യവും വിദ്യയും ബുദ്ധിയും സന്താനലബ്ധിയും ഒക്കെ അമ്മയുടെ അനുഗ്രഹത്താൽ സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. നേരത്തെ പറഞ്ഞു ഒരു കാര്യം തീർത്തില്ല. കിളിയാറിന്റെ കിഴക്കേക്കരയിലാണ് ഞാൻ ഈ പറഞ്ഞ മരുതൻകുഴിയേല, ജഗതിയേല, ആറന്നൂരേലയൊക്കെ. ആറന്നൂർ 2 ഭാഗമാണ്, മേലാറന്നൂരും കീഴാറന്നൂരും. അത് കഴിഞ്ഞാൽ ഈ ഏലകളെല്ലാം പാടശേഖരങ്ങളൊക്കെ കിളിയാറിന് പടിഞ്ഞാറക്കരയിലേക്ക് തിരിങ്ങുകയാണ്. അവിടുത്തെ ആദ്യത്തെ ഏലയാണ് ഈ നമ്മൾ പോയിരിക്കുന്ന ആറ്റുകാൽ ഏല. ഇവിടെ ഒരു വലിയ പാടശേഖരമായിരുന്നു, ഇവിടെ നിറയെ വയലേലയായിരുന്നു. ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു മനോഹരമായ ഒരു കാവും ഒരു ക്ഷേത്ര ചൈതന്യവും ഒക്കെയാണ് ആറ്റുകാലമ്മ. അവിടെ അന്ന് മുതലേ ഉത്സവം ഉണ്ടായിരുന്നു. എല്ലാ ഏലാകളിലും അമ്മ ദിവസങ്ങളിലുള്ള മുടിപ്പുരകളുണ്ട്. ആറ്റുകാലിലും ആദ്യകാലത്ത് മുടിപ്പുര ഉണ്ടായിരുന്നു. അത് ക്ഷേത്രമായി മാറി, ഇപ്പം മഹാക്ഷേത്രമായി മാറിയിരിക്കുന്നു. കാരുണ്യത്തിന്റെ കനക രൂപമാണ് അമ്മ എന്ന് പറയുന്നത്. ഭക്തർ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവി. കാരണം ഓരോ വർഷത്തെയും ഭക്തജന തിരക്ക് കൂടി
കൂടി വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും അനുഭവം പാശ്ചാത്യ വനിതകൾ എത്തിയിട്ടുണ്ട്. ഒന്നും രണ്ടോ അല്ല, എത്രയോ കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോ തന്നെ. കൗതുകം കൊണ്ടും ഭക്തി കൊണ്ടും അമ്മയുടെ അടുക്കൽ വന്നെത്തുന്ന പാശ്ചാത്യ വനിതകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ദിനത്തിൽ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ ആറ്റുകാൽ പ്രദേശത്തെ ഏത് വീട്ടിൽ ചെന്ന് കയറി സഹായം ചോദിച്ചാലും ലഭിക്കും എന്നുള്ളതാണ്. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നത്, എല്ലാ വീടുകളുടെയും വാതായനങ്ങൾ തുറന്നു കിടക്കുന്ന ദിവസമാണ് പൊങ്കാല ദിവസം. ഇത്രയും ഒത്തൊരുമയോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മാറുന്ന അനന്തപുരി ഇത്രയും അധികം സഹകരിച്ച് ചെയ്യുന്ന മറ്റൊരു ഉത്സവവും ഇല്ല എന്ന് തന്നെ നമുക്ക് നെഞ്ചോട് കൈ ചേർത്ത് പറയുവാൻ സാധിക്കും. നിശ്ചയമായും ഒരു ലേശം അതിശയോക്തി ചിന്തിക്കുകയാണെങ്കിൽ ഇത് അനന്തപുരി എന്ന് മാത്രമല്ല കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. ഒരുപക്ഷേ ഇതിനേക്കാൾ വലുതെന്ന് പറയുന്നത് കുംഭമേളയായിരിക്കാം. അത് സ്ത്രീകളുടെ ഉത്സവമല്ല, സ്ത്രീകളുടെ മാത്രം ഉത്സവമല്ല, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നിച്ചു വരുന്ന ഉത്സവമാണത്. അപ്പോൾ സ്ത്രീകൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഉത്സവവേളയിൽ ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ജനത്തെ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു അവസരമുണ്ടോ, ഒരു സ്ഥലമുണ്ടോ, ഒരു സന്ദർഭമുണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായും അത് ആറ്റുകാലിൽ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വിശേഷമാണ്. നമ്മൾ നേരത്തെ കുത്തിയോട്ട് ബാലന്മാരുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ 1008 നമസ്കാരം പൂർത്തിയാക്കി ദേവിയുടെ ഭടന്മാരായിട്ടാണ് കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിൽ കൊച്ചുകുഞ്ഞുങ്ങൾ 7 ദിവസം കൊണ്ടാണ് 1008 നമസ്കാരം അവർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. കാപ്പ് കെട്ടി 3-ാം ദിവസം മുതലേ കുത്തിയോട്ടക്കാർ വ്രതം ആരംഭിക്കുകയുള്ളൂ. വെറും 7 ദിവസം കൊണ്ടാണ് ഇവര് 1008 നമസ്കാരം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. പള്ളിപ്പലകയിൽ 7 പണം വെച്ച് വെള്ളിപ്പണം വെച്ച് 2 നേരം കുളിയും 108 നമസ്കാരവും ഒരു ദിവസം ചെയ്ത് അങ്ങനെ 7 ദിവസം കൊണ്ട് 1008 നമസ്കാരം പൂർത്തിയാക്കി ദേവിയുടെ ഭടന്മാരായി. ദേവി ഇന്നേ ദിവസം രാത്രിയിൽ തന്നെ പുറത്തെഴുന്നള്ളത്ത്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ആ പുറത്തെഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന 9 ദിവസവും ആറ്റുകാൽ ദേവി ക്ഷേത്ര നടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും വിളക്കുകെട്ടുകളുടെ മനോഹരമായ ദൃശ്യം. കുരുത്തോല കൊണ്ടും വർണ്ണക്കടലാസ് കൊണ്ടും അലങ്കരിച്ച തുണി കൊണ്ടുമൊക്കെ, വെള്ള തുണി കൊണ്ടുമൊക്കെ മനോഹരമായി അലങ്കരിച്ച ആ ദൃശ്യവും നമ്മൾ ഈ പറയുന്ന 9 ദിവസവും കണ്ട് വരുന്നതാണ്. ഇപ്പോൾ പൊങ്കാലയെല്ലാം തയ്യാറാക്കി വെച്ച് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ചാരിതാർത്ഥ്യത്തോടെ അവർ നിവേദിക്കാനായി കാത്തു നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ പൊങ്കാല കലങ്ങളിൽ മാത്രമല്ല നുരഞ്ഞു പൊന്തിയത്, അവരുടെ മനസ്സുകളും ഇതുപോലെ ആത്മസംതൃപ്തിയാൽ നുരഞ്ഞു പൊന്തിയിരിക്കുകയാണ്. വളരെയധികം തൃപ്തിയോടുകൂടി ഇനി എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാം മൂടി വെച്ച് കാത്തിരിക്കുകയാണ്.